Good morning. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 71 വരെ ചെയ്തു. ഇനി 72 മുതൽ മുന്നോട്ട് പോകണം. ചെയ്തു തുടങ്ങാം. അപ്പോൾ ആൻസർ അറിയാമെന്നുള്ളവർ എത്രയും വേഗം ചാറ്റിൽ ഇടുക. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 72. വിച്ച് വൺ ഈസ് നോട്ട് എ ബ്രിഡ്ജ് എലമെൻറ്റ്? ഇത് സാധാരണ പീരിയോഡിക് ടേബിൾ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വയ്ക്കാറുള്ള ഒരു പോയിൻ്റാണ്. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ചാറ്റിലേക്ക് ഇടുക. വേഗമാവട്ടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബ്രിഡ്ജ് എലമെൻറ്റ്? ബ്രിഡ്ജ് എലമെൻറ്റ് അല്ലാത്തത് ഇതിനകത്ത് ആരാണ്? മഗ്നീഷ്യം ഉണ്ട്, അലുമിനിയം ഉണ്ട്, സിലിക്കൺ, നൈട്രജൻ. വിച്ച് വൺ ഈസ് നോട്ട് എ ബ്രിഡ്ജ് എലമെൻറ്റ്? അറിയില്ലേ? ഇതൊരു ആൻസേഴ്സ് ഒന്നും വന്നില്ലല്ലോ. അപ്പോൾ ഈ പ്രവീൺ ജോർജ് ഓപ്ഷൻ 4 വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ഓക്കെ, ബാക്കി വരട്ടെ. മെൻഡലിയേവിൻ്റെ പീരിയോഡിക് ടേബിളിൽ 1A അതുപോലെ 1B, 2A 2B എന്നൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ആക്ച്വലി തേർഡ് പീരീഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പീരീഡിലുള്ള എലമെൻറ്റുകൾക്കാണ് നമ്മൾ ബ്രിഡ്ജ് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് പീരീഡിലുള്ള എലമെൻറ്റ്സ്, സെക്കൻഡ് പീരീഡ് അല്ല, തേർഡ് പീരീഡിലുള്ള എലമെൻറ്റ്. തേർഡ് പീരീഡിലുള്ള എലമെൻറ്റുകളിലാണ് ഈ ഗ്രൂപ്പ് 1A എന്നും 2A എന്നും സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ തേർഡ് പീരീഡിലുള്ള എലമെൻറ്റുകൾക്ക് നമ്മൾ ബ്രിഡ്ജ് എലമെൻറ്റ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിനകത്ത് തന്നിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻ മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം ഒരു തേർഡ് പീരീഡ് എലമെൻ്റ് ആണ്. തൊട്ടുമേളിൽ ബെർലിയം ഉണ്ട് സെക്കൻഡ് പീരീഡിൽ, താഴെ മഗ്നീഷ്യം. അത് ആ മഗ്നീഷ്യത്തിന് ശേഷമാണ് 1Aയും 2A എന്നുള്ള മെൻഡലിയേവിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. സോ അലുമിനിയം തേർഡ് പീരീഡ് എലമെൻ്റ് ആണ്, സിലിക്കൺ തേർഡ് പീരീഡ് എലമെൻ്റ് ആണ്, സോ നൈട്രജൻ സെക്കൻഡ് പീരീഡ് എലമെൻ്റ് ആണ്. സോ തേർഡ് പീരീഡ് എലമെൻറ്റുകൾക്കാണ് ബ്രിഡ്ജ് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. നോ പ്രോബ്ലം. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അൺമ്യൂട്ട് ചെയ്ത് ആൻസർ പറയുന്ന ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 73. ക്വസ്റ്റ്യൻ നമ്പർ 73. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓൾ ദ സ്പീഷീസ് ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ? 4 പേർക്കും ഡിഫറെൻറ്റ് ഹൈബ്രിഡൈസേഷൻ ഉള്ളത് ആർക്കാണ്? ഷോർട്ട് കട്ടൊക്കെ ഓൾറെഡി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. യു വിൽ ഗെറ്റ് മാക്സിമം 1 minute. എത്രയും വേഗം ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷനിൽ XCF2 ഉണ്ട്, ClO4- ഉണ്ട്, ICl2- ഉണ്ട്. വേഗം ചെയ്യൂ. ഞാനൊരു 30 seconds തരാം, അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ ഓപ്ഷൻ 2ൽ BrF-, SF4, അതുപോലെ ClO4- ഉണ്ട്. അപ്പോൾ വേഗം ചെയ്യുക. ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എത്രയും വേഗം ചെയ്ത് ആൻസർ പറയുക. കഴിഞ്ഞോ? സ്പീഡ് പോരാ, ആൻസർ കിട്ടേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ശരി, ഒന്ന് ശ്രദ്ധിച്ചേ. അതിലാദ്യം XCF2 ഉണ്ട്. XCF2 ഒക്കെ എത്ര വേഗം ചെയ്യാം? സെനോൺ വാലൻസ് ഇലക്ട്രോൺ 8, 2 ഫ്ലൂറിൻ മോണോവാലൻ്റ് 8 2 10/2 5 ആണെങ്കിൽ sp3d. അത് കഴിഞ്ഞു, sp3d. അടുത്ത ClO4-, ക്ലോറിൻ വാലൻസ് ഇലക്ട്രോൺ 7, മോണോവാലൻ്റ് ആറ്റം ഇല്ല, -1 ആയതുകൊണ്ട് ഒന്നുകൂടെ ആഡ് ചെയ്യണം. 7 + 1 8, 8/2 4 ആണെങ്കിൽ sp3. അപ്പോൾ തന്നെ ഹൈബ്രിഡൈസേഷൻ ഡിഫറെൻ്റ് ആയി. ഇനി ബാക്കി ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും ഹൈബ്രിഡൈസേഷൻ സെയിം ആകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 2ൽ പോയാൽ BrF5. ബ്രോമിൻ 17th ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. ബാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 7 ആണ്. മോണോവാലൻ്റ് ആറ്റം 5 എണ്ണം ഉണ്ട്. 7 + 5 12, 12/2 6 ആണെങ്കിൽ ഒരു ഡൗട്ടും ഇല്ല. sp3d2 അല്ലേ? എസ് അത് 3p, അപ്പോൾ 4 എണ്ണമായി, പിന്നെ 2d, sp3d2. SF4 സൾഫറിൻ്റെ ബാലൻസ് ഇലക്ട്രോൺ 6, ഫ്ലൂറിൻ്റെ എണ്ണം 4. അങ്ങനെ 6ഉം 4ഉം എത്ര എണ്ണമായി? എന്താണ് 6ഉം 4 വരുന്നുള്ളൂ.
6 4 10 10/2 5. ഓക്കെ, ഓ ഡിഫറൻ്റ് ആണ് ചോദിച്ചിരുന്നത് അല്ലേ ക്വസ്റ്റ്യനിൽ? എല്ലാവരും ഡിഫറൻ്റ് ആണ് ചോദിച്ചത്. നിങ്ങൾ പറയുന്നത് ഓപ്ഷൻ എയിൽ ICl2 മൈനസ് കൂടെ ഉണ്ടായിരുന്നു. ICl2 മൈനസ് എന്താ? അയോഡിൻ്റെ പ്രത്യേകത 7 വാലൻസ് ഇലക്ട്രോൺ, 2 ക്ലോറിൻ, അപ്പം 9 ആയി, പിന്നെ -1 +1, അപ്പോൾ എത്ര ആയി? 10/2 5, അത് sp3d വരും. അപ്പോൾ ഓപ്ഷൻ 1ൽ പിന്നെ XCF2 ICl2 മൈനസും sp3d ആണ്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, അത് 3 പേർക്കും ഡിഫറൻ്റ് അല്ല, 2 പേർക്ക് ഡിഫറൻ്റ് ആണ്, 2 പേർക്ക് സെയിമും ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാൻ പറ്റത്തില്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷനിൽ പോയാൽ BrF5ൻ്റെ പ്രത്യേകം എന്താ? ബ്രോമിൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം 7, 5 എണ്ണം ഉണ്ട്. അപ്പോൾ 7 + 5 എന്ന് പറയുമ്പോഴത്തേക്ക് 12 വന്നു, /2 6 വരും. sp3d2 ആണ്. SF4 ആകുമ്പോഴത്തേക്കും വാലൻസ് ഇലക്ട്രോൺ 6, മോണോവാലൻ്റ് ആറ്റം 4, 6 + 4 10 10/2 എന്ന് പറയുമ്പോൾ 5 sp3d ആണ്. അടുത്തത് ClO4 മൈനസ്, ക്ലോറിൻ വാലൻസ് ഇലക്ട്രോൺ 7, ഒരു മൈനസ് ആണ്, അപ്പോൾ +1, 8/2, അപ്പോൾ 4 വരും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എൻട്രൻസിന് ഏത് ഹൈബ്രിഡൈസേഷൻ ആണ് എന്ന് വരെ എത്തേണ്ട യാതൊരു ആവശ്യകതയും ആക്ച്വലി ഇല്ല. കാരണം BrF5ൽ 6 കിട്ടുന്നത്, തൊട്ടടുത്തതിൽ 5 കിട്ടുന്നത്, അടുത്തതിൽ 4 കിട്ടുന്നത്. അപ്പോൾ 5ഉം പിന്നെ 6ഉം 5ഉം 4ഉം, അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഹൈബ്രിഡൈസേഷൻ ഡിഫറൻ്റ് ആയിരിക്കുമെന്ന്. വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. അപ്പം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ആൻസർ പറയണം, എത്രയും വേഗം ആവട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 74. Splitting your spectral lines under the influence of magnetic field is called, and this is purely from Bohr model of atom അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഡി മെറിൽസിൽ നിന്ന് എടുത്താണ്. NCERT ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നീറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എത്രയും വേഗം ആൻസർ പറയൂ. The splitting of spectral lines under the influence of magnetic field is called. വേഗം പറഞ്ഞ ആൻസർ. Okay, Gauri option 2. Okay, Vaishnavi option 2, Kirtana option 2. Okay, ആയിക്കോട്ടെ. അപ്പോൾ സ്പ്ലിറ്റിംഗ് ഓഫ് പ്രവീൺ ഓപ്ഷൻ 2. സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് under the influence of magnetic field is called the Zeeman effect, and splitting of spectral line under the influence of electric field is called എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ which option will you select? Under the influence of electric field ആണ് ചോദിച്ചെങ്കിൽ യെസ്, ഗൗരി ഓപ്ഷൻ 1 സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് വിളിക്കും. അപ്പം അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിൽ, ഒരു ഇലക്ട്രിക് ഫീൽഡിൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ സ്റ്റാർക്ക് ഇഫക്റ്റ് എന്നും, മാഗ്നറ്റിക് ഫീൽഡിൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ സീമൻ ഇഫക്റ്റ് എന്നും വിളിക്കും. എക്സാം ചോദിക്കുവാൻ സാധ്യതയുള്ള എൻട്രൻസ് എന്നാണ്, NCERT എൻട്രൻസ് പോയിന്റ് ആണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 75. When atom is placed in a magnetic field, the possible number of orientation for an orbital of azimuthal quantum number 3 is. Your time starts now. ക്വാണ്ടം നമ്പറുമായിട്ട് ബന്ധപ്പെട്ട എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. ക്വാണ്ടം നമ്പേഴ്സ് എപ്പോഴും എൻട്രൻസ് ചോദിക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. L = 3, അസിമുത്തൽ ക്വാണ്ടം നമ്പർ L = 3 ആണ് എങ്കിൽ എത്ര ഓറിയൻറ്റേഷൻസ് പോസിബിൾ ആണെന്നാണ് ക്വസ്റ്റ്യൻ. എത്രയും വേഗം ആൻസർ പറയാം, വേഗം ആവട്ടെ. എത്ര സമയം എടുക്കുന്നു? 10 സെക്കൻഡ് പോലും വേണ്ട. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുന്ന ആ നിമിഷം നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. എന്തെല്ലാം ഐഡിയകളാണ് പഠിപ്പിച്ചു തന്നത് മക്കളാണ്. ഗൗരി ഓപ്ഷൻ 4, പ്രവീൺ ഓപ്ഷൻ D. ഓക്കെ, ശരി, ആയിക്കോട്ടെ. നിങ്ങൾക്കറിയാം L = 0 ആണെങ്കിൽ, L = 1 ആണെങ്കിൽ, L = 2 ആണെങ്കിൽ, L = 3 ആണെങ്കിൽ, ഓക്കെ, ഇത് S സബ്ഷെല്ലാണ്, ഇത് P സബ്ഷെല്ലാണ്, ഇത് D സബ്ഷെല്ലാണ്, ഇത് F സബ്ഷെല്ലാണ്. അടുത്ത് G ആണെങ്കിൽ L = 4, അങ്ങനെ പോകും. എത്ര ഓറിയൻറ്റേഷൻസ് ഉണ്ട്? എത്ര ഓറിയൻറ്റേഷൻസ് മീൻസ് ഓരോ സബ്ഷെല്ലിലും എത്ര ഓർബിറ്റൽ വീതമുണ്ടെന്നാണ്. S ഓർബിറ്റൽ ഒരു ടൈപ്പാണുള്ളത്, P ഓർബിറ്റൽ 3 ടൈപ്പ് ഉണ്ട്, D ഓർബിറ്റൽ 5 ടൈപ്പ് ഉണ്ട്, ഇത് 7, ഇത് 9. ഇപ്പം നമ്പർ ഓഫ് ഓറിയൻറ്റേഷൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2l + 1 എന്ന ഫോർമുല നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. കാരണം 2 × 0 + 1 അത് 1 ആണ്, 2 × 1 + 1 അത് 3 ആണ്, 2 × 2 + 1 അത് 5 ആണ്. സോ ഈ ഐഡിയ ഓർമ്മയിരിക്കട്ടെ. 2l + 1 നേരത്തെ പഠിപ്പിച്ചതാണ്, ഞാൻ വീണ്ടും പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ D തന്നെയാണ്. 7 ഈസ് ദ റൈറ്റ് ആൻസർ. കാരണം L = 3 എന്ന് പറഞ്ഞാൽ F ആണ്. F സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട് എന്നായിരുന്നു ക്വസ്റ്റ്യൻ? 7.
So moving to the next question. Okay. Next question, question number 76. ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഗേഷ്യോ സ്റ്റേറ്റ് എന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ചാപ്റ്റർ എന്നുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എത്രയും വേഗം നിങ്ങൾക്ക് ആൻസർ പറയാം. ഗ്രാഫ് ബിറ്റ്വീൻ പ്രഷർ ആൻഡ് വോളിയം ആണ് തന്നിരിക്കുന്നത് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐസോതേർംസ് റെപ്രസെൻറ്റ്സ് ബോയ്ൽസ് ലോ ആസ് PV is equal to a constant. അപ്പോൾ PV is equal to a constant എന്ന് പറയുന്നത് represents Boyle's law as PV is equal to a constant ആണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, ഇതിനകത്ത് 4 ഗ്രാഫുകൾ കിടപ്പുണ്ട്. ഈ 4 ഗ്രാഫിൽ ഏതൊക്കെയാണ് എന്താണ് ബോയിൽസ് ലോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഒന്ന് വായിച്ചു നോക്കണം. ഓക്കെ, പിയും 1/Vയും ഗ്രാഫ് വരച്ചിട്ടുണ്ട്. പിയും 1/Vയും ഗ്രാഫ് വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. P 1/V ഗ്രാഫുകൾ. എന്താണ് ബോയിൽസ് ലോ? ബോയിൽസ് ലോ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? V പ്രപ്പോർഷണൽ ടു 1/P അല്ലെങ്കിൽ P പ്രപ്പോർഷണൽ ടു 1/V. ഇത് രണ്ടും ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. ആദ്യ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് കാണാം. കണ്ടൂടെ? അതുപോലെ ഓക്കെ, റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് എന്താണ് എക്സാം എഴുതാൻ പോയിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അല്ലാതെ എന്താണ് എന്നോട് തന്നെ ചോദിച്ചത് ഞാൻ തന്നെ ആൻസർ പറയണം. അതാണ്. അപ്പോൾ പിയും 1/Vയും ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ കിട്ടും. സ്ലോപ്പിംഗ് അപ്വേർഡ് ആണ്, ഒരു കുഴപ്പമില്ല. അതുപോലെ PV ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ സ്ലോപ്പിംഗ് നോർമലി എന്താണ് ഓപ്ഷൻ 2 കിട്ടും. ഓപ്ഷൻ 2 അല്ല, ആ 2 ഫിഗർ കിട്ടും. പിന്നെ PV is equal to a constant ആണ് എഴുതിയിരിക്കുന്നത്. പിന്നെ log P log V ഗ്രാഫ് കൂടെ അവിടെ വരച്ചിട്ടുണ്ട്. ആ log P log V ഗ്രാഫ് എന്താ? PV is equal to a കോൺസ്റ്റന്റ് എന്ന് പറയുന്നതിന് നമ്മൾ ലോഗരിതം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലോഗരിതം ഓഫ് P പ്ലസ് ലോഗരിതം ഓഫ് V is equal to ലോഗരിതം ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് കിട്ടും. അല്ലെങ്കിൽ ലോഗരിതം ഓഫ് K എന്നായിക്കോട്ടെ. കോൺസ്റ്റന്റ് ഞാൻ K എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ലോഗരിതം ഓഫ് P ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് ലോഗരിതം ഓഫ് V ഈക്വൽ ടു ഇവിടെ പ്ലസ് ലോഗരിതം ഓഫ് K എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ? Y is equal to mx plus c എന്നാണ് ഈ എഴുതിയിരിക്കുന്ന ഗ്രാഫിൻ്റെ രൂപം. Y ആക്സിസിൽ ആരാണ്? Y ആക്സിസിൽ ആരാ? ലോഗരിതം ഓഫ് P ആണ്. X ആക്സിസിൽ ആരാണ്? ലോഗരിതം ഓഫ് V ആണ്. ഇപ്പം ഗ്രാഫ് എന്താണ്? സ്ലോപ്പിംഗ് അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ? നെഗറ്റീവ് സ്ലോപ്പാണ്, അപ്പം ഡൗൺവേർഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുക. ഇതിൻ്റെ സ്ലോപ്പ് -1 എന്ന് കിട്ടും. ഈ Y ഇന്റർസെപ്റ്റ് log K എന്ന് കിട്ടും. അപ്പോൾ അവിടെ വരച്ചിരിക്കുന്ന ഗ്രാഫ് നിങ്ങൾ നോക്കിക്കോളൂ. ആ ഗ്രാഫ് log P വേഴ്സസ് log P വേഴ്സസ് log V ആണ്. സ്ലോപ്പിംഗ് ഡൗൺവേർഡ് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഈസി ആയിട്ട് അത് മനസ്സിലാക്കാം. അപ്പോൾ all are correct representations of Boyle's law എന്ന ഓപ്ഷനാണ് കറക്റ്റ്. മനസ്സിലായോ? ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 77. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങളോട് നീറ്റിന് NCERT ബേസ്ഡ് ആയതുകൊണ്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ആൻ ഓപ്പൺ ഫ്ലാസ്ക് അല്ലെങ്കിൽ എ ഫ്ലാസ്ക് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ എന്ന് ക്വസ്റ്റ്യനിൽ എഴുതിയിരിക്കും. അതിന് ഒരുപാട് മീനിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആൻ ഓപ്പൺ ഫ്ലാസ്ക് കണ്ടെയ്ൻസ് എയർ അറ്റ് 27 degrees Celsius. At what temperature should it be heated so that 1/3 of air present in it goes out എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഏത് ടെമ്പറേച്ചർ വരെ ചൂടാക്കിയാൽ ഈ ഫ്ലാസ്കിലുള്ളതിൽ നിന്ന് 1/3 ഓഫ് എയർ പുറത്തേക്ക് പോകും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ വെരി സിമ്പിൾ ആണ് ഇത് കണ്ടുപിടിക്കാനുള്ള ഐഡിയ. നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഗേഷ്യോ സ്റ്റേറ്റ് നിങ്ങൾ ക്രാഷിനെ ഡിസ്കസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നല്ലത്. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ കൂടെ നിങ്ങൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരുന്നു. ഇതൊരു വെസൽ ആണെന്നിരിക്കട്ടെ. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയി. ഇതിനകത്തൊരു ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസ് N1, അപ്പോൾ ഉള്ള ടെമ്പറേച്ചർ T1. സോ N1 ഈസ് ദ what is N1? N1 is the number of moles of the gas which is taken inside the vessel, and T1 is the temperature. നിങ്ങൾ ഇതിനെ ചൂടാക്കി, and now the temperature become T2. ടെമ്പറേച്ചർ കൂട്ടിയാൽ ഇതിനകത്തുള്ള ഗ്യാസ് പുറത്തേക്ക് പോകുമല്ലോ. ഓക്കെ, അങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴവിടെയുള്ള നമ്പർ ഓഫ് മോൾസ് ബാക്കിയുള്ള എത്രടാ? N2.
അപ്പോൾ ആദ്യമുള്ള നമ്പർ ഓഫ് മോൾസ് എത്ര? N1. ഇപ്പോൾ ഉള്ള നമ്പർ ഓഫ് മോൾസ് N2. ഇനിഷ്യൽ ടെമ്പറേച്ചർ T1, ഫൈനൽ ടെമ്പറേച്ചർ T2. ഈ വെസലിൻ്റെ വോളിയം എത്ര? അതാണ് V1. ഈ വെസലിൻ്റെ വോളിയം എത്ര? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഈ വെസലിൻ്റെ വോളിയം എത്ര എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇത് ഒരു ഓപ്പൺ ഫ്ലാസ്ക് ആണ്. ഓപ്പൺ ഫ്ലാസ്കിന് വോളിയം ഇല്ല. വോളിയം ഒരു തുറന്നു വച്ചിരിക്കുന്ന ഫ്ലാസ്കിനകത്ത് നിങ്ങൾ എയർ ഇട്ടാൽ ആ എയറിൻ്റെ വോളിയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് വെസലിനകത്ത് നിങ്ങൾക്ക് വോളിയം മെഷർ ചെയ്യാൻ പറ്റുള്ളൂ ഗ്യാസുകളുടെ. ഇത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. ഈ യൂണിവേഴ്സിൻ്റെ വോളിയമാണ് ഇവിടുത്തെ ഗ്യാസിൻ്റെ വോളിയം. അതുകൊണ്ട് ഇവിടുത്തെ V1 ഞാൻ V എന്ന് എഴുതി. ഫൈനൽ വോളിയം എത്ര? ഫൈനൽ വോളിയം അത് തന്നെ തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം V1 V2 എന്ന് പറയുന്നതും വോളിയം ഓഫ് ദ യൂണിവേഴ്സ് ആണ്. അപ്പം രണ്ട് കേസിലും വോളിയം സെയിം ആണ്. ഓക്കെ ഓക്കെ. ഇനി പ്രഷർ എത്ര? പ്രഷർ ഇവിടുത്തെ പ്രഷർ എത്ര? ആർക്ക് വേണമെങ്കിലും പറയാം. വേഗം പറയൂ. എത്ര പ്രഷർ? ആരാ പറഞ്ഞല്ലോ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. കാരണം ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. വെരി ഗുഡ്. അതുകൊണ്ട് ഇത് 1 atm ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഇവിടുത്തത് V2. അതും എത്ര തന്നെയാണ്? അല്ല, V2 അല്ലടാ, P2. P2 എത്രയാണ്? 1 atm. ഓക്കെ. ഇനി എന്താ നമ്മുടെ ഇക്വേഷൻ? നമ്മുടെ ഇക്വേഷൻ P1 V1 PV is equal to nRT അല്ലേ? P1 V1 by N1 T1 is equal to P2 V2 divided by N2 T2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. PV is equal to nRTയുടെ റേഷ്യോ എടുത്തത്. അതിൽ P1ഉം P2ഉം സെയിമാ. അപ്പം P1ഉം P2ഉം ക്യാൻസൽ ആയിപ്പോയി. V1ഉം V2ഉം സെയിമാ. അതും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ എന്ത് കിട്ടും? N2 T2 is equal to N1 T1. രണ്ട് സെയിം തന്നെയാണ്. അതിൽ നിന്നാണ് ബാക്കിയുള്ള ഐഡിയകളൊക്കെ നമ്മൾ എടുക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ഞാൻ അവിടെ N2 ഡിവൈഡഡ് ബൈ N1 എഴുതി. N2 ഡിവൈഡഡ് ബൈ N1. ഓക്കെ. N2 ഡിവൈഡ് ബൈ N1 എത്രയാ? N2 ബൈ N1. അവിടെ നിന്ന് T1 ബൈ T2 എന്ന് കിട്ടും. ഈ എന്താണ് N1? ആദ്യം ഉണ്ടായിരുന്ന നമ്പർ ഓഫ് മോൾസ് ആണ് N1. എന്താണ് N2? ഇപ്പോൾ ഉള്ള നമ്പർ ഓഫ് മോൾസ് ആണ് N2. എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നതിൽ ഇപ്പം എത്രയുണ്ട്? അതുകൊണ്ട് ഈ N2 ബൈ N1 നിങ്ങൾക്ക് വിളിക്കാവുന്ന പേര് ഫ്രാക്ഷൻ ഓഫ് എയർ റിമൈൻസ് എന്നാണ്. അവിടെ ബാക്കിയുള്ള പ്രഷർ എത്ര, സോറി നമ്പർ ഓഫ് മോൾസ് എത്ര, അല്ലെങ്കിൽ എയർ എത്ര. ഫ്രാക്ഷൻ ഓഫ് എയർ റിമൈൻസ് മീൻസ് N2 ബൈ N1. അതെത്രയാണ്? T1 ഡിവൈഡഡ് ബൈ T2 ആണ്. എങ്കിൽ ഫ്രാക്ഷൻ ഓഫ് എയർ എക്സ്പെൽഡ് എത്ര? ഫ്രാക്ഷൻ ഓഫ് എയർ എക്സ്പെൽഡ്. ഇത് രണ്ട് എക്സാമിനേഷൻ ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇക്വേഷൻ ഉണ്ടാക്കിയത്. ഓക്കെ. അപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇവിടെ നിന്ന് 1/2 ആണ് ബാക്കിയുള്ളതെങ്കിൽ എത്ര പുറത്തേക്ക് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/2 പുറത്തേക്ക് പോയി. അതെങ്ങനെ കിട്ടും? ഫ്രാക്ഷൻ്റെ സം 1 ആണ്. അപ്പോൾ റിമൈൻസ് 1/2 ആണെങ്കിൽ ബാക്കിയുള്ളത് എത്ര? 1 - 1/2. അതാണ് 1/2 എന്ന് ആൻസർ കിട്ടാൻ കാരണം. അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് എയർ റിമൈൻസ് 1/4 ആണെങ്കിൽ എത്ര എക്സ്പെൽഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 3/4 ആണ്. എങ്ങനെ കിട്ടും? 3/4. 1 - 1/4 3/4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 1 - N2 ബൈ N1 ആണ് അതിൻ്റെ ആൻസർ വരിക. അഥവാ 1 - T1 ബൈ T2 എന്നാണ് ആൻസർ വരിക. അഥവാ T2 - T1 ഡിവൈഡ് ബൈ T2 എന്നാണ് ആൻസർ വരിക. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമുള്ളതുപോലെ എഴുതി ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. പല എൻട്രൻസ് ബുക്കുകളിലും V1 ബൈ V2 എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് പോയിട്ടുണ്ട്. തെറ്റാണ്. കാരണം ഓപ്പൺ ഫ്ലാസ്ക് ആണെങ്കിൽ അതിന് V1ഉം V2 എടുക്കാൻ കഴിയൂല. കാരണം രണ്ട് കേസിലും അത് ഓപ്പൺ ആണ്. സോ വോളിയം ഓഫ് ദ യൂണിവേഴ്സ് ആണ് രണ്ട് കേസിലും വരിക. സോ വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് എയർ റിമൈൻസ് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾ T1 ബൈ T2 ചെയ്താൽ മാത്രം മതി. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് എയർ എക്സ്പെൽഡ് ചോദിച്ചു കഴിഞ്ഞാൽ 1 - T1 ബൈ T2 ചെയ്താൽ മതി. ഇനി എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ? ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? An open flask contains air at 27 degrees Celsius. At what temperature should it be heated so that
1/3 ഓഫ് എയർ പ്രസൻറ്റ് ഇൻ എയർ ഇൻ ഇറ്റ് ഈസ് ഗോസ് ഔട്ട്. അവിടുത്തെ ടെമ്പറേച്ചർ, ആദ്യത്തെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. എന്താണ് അവിടുത്തെ ഇനിഷ്യൽ ടെമ്പറേച്ചർ? T1 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ സാർ 300 കെൽവിൻ എന്ന് എഴുതി. T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് എയർ എക്സ്പെൽഡ്? അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഷുഡ് ഇറ്റ് ബി ഹീറ്റഡ് സോ ദാറ്റ് 1/3 ഓഫ് എയർ പ്രസൻറ്റ് ഇൻ ഇറ്റ് ഗോസ് ഔട്ട്? അവിടെ ഉണ്ടായിരുന്നത് 1/3 പുറത്തേക്ക് പോയെന്നാണ്. അപ്പം പുറത്തേക്ക് പോയത് 1/3 എങ്കിൽ ബാക്കി എത്രയുണ്ട്? ബാക്കി 3/4. അപ്പോൾ ഞാൻ ഫ്രാക്ഷൻ ഓഫ് എയർ റിമൈൻസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതാണ് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രാക്ഷൻ ഓഫ് എയർ റിമൈൻസ് 3/4. അതെത്രയാണ്? T1/T2 ആണെന്ന് ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ, ശരിയല്ലേ? ഫ്രാക്ഷൻ ഓഫ് എയർ റിമൈൻസ് T1/T2 എന്നല്ലേ പഠിച്ചത്? ആരോട് ചോദിക്കാനാണത്? ഓക്കെ, അപ്പോൾ ഇനി ഫ്രാക്ഷൻ ഓഫ് എയർ ഇവിടെ നിന്ന് 1/3 ആണ് പുറത്തേക്ക്. 1/3 അല്ലേ പുറത്തു പോയത്? 1/3 ആണ് പുറത്തു പോയത്. 1/3 പുറത്തു പോയി കഴിഞ്ഞാൽ ബാക്കി എത്രടാ? 2/3. അപ്പോൾ 2/3 ആണ് T1/T2. അങ്ങനെയാണെങ്കിൽ 2/3 ഈസ് ഈക്വൽ ടു T1 എത്രയാണ്? 300 കെൽവിൻ ആണ്. ഡിവൈഡ് ബൈ T2 കണ്ടുപിടിക്കണം. അപ്പോൾ T2 ഈസ് ഈക്വൽ ടു എത്ര? 3 × 300 ഡിവൈഡ് ബൈ 2. അപ്പോൾ എന്ത് കിട്ടൂടാ? ഇത് ക്യാൻസലായിപ്പോയി. എത്ര കിട്ടും? 600. 450 അല്ലേ? 450 കെൽവിൻ കിട്ടും. 450 കെൽവിൻ. സോ നമ്മുടെ ആൻസർ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തേ. 450 കെൽവിൻ. 450 കെൽവിൻ. ഇവിടെ ആൻസർ സെൽഷ്യസിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 450 മൈനസ് 273. ഒന്ന് നോക്കിയേ, 450 മൈനസ് 273 ഉണ്ടാകുന്നു. ഓപ്ഷൻ എ. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡിയ മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ, നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രാക്ഷൻ ഓഫ് എയർ റിമൈൻസ് N2/N1 ഇസ് ഈക്വൽ ടു T1/T2, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് എയർ എക്സ്പെൽഡ് 1 - N2/N1 അഥവാ 1 - T1/T2 ഇസ് ഈക്വൽ ടു T2 - T1/T2. എപ്പോഴും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കാൽക്കുലേഷൻ എളുപ്പമായിരിക്കും. മറ്റൊരു T2 - T1/T2 പാടാ. ഇതാണ് എളുപ്പം. ക്ലിയർ? ഓക്കെ, അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 78. ഇക്വിലിബ്രിയത്തിലെ ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദ റിയാക്ഷൻ N2 + O2 റിവേഴ്സിലേക്ക് ഈസ് 2NO. Equilibrium constant Kc is equal to 2. Degree of dissociation of N2 and O2 are. Degree of dissociation ആൽഫ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇതിൽ നോക്കിയ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ പോവുകയാണ്. N2 + O2 റിവേഴ്സിലേക്ക് ഈസ് 2NO. Kc2. ഓക്കെ, വന്നേ. N2 + O2 റിവേഴ്സിലേക്ക് ഈസ് 2NO. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ 1 എന്ന് എടുക്കാം. ഇയാളും സ്റ്റാർട്ടിങ്ങിൽ 1 എന്ന് എടുക്കാം. ഇയാൾ 0. ഇവിടെ നിന്ന് ആൽഫ റിയാക്ട് ചെയ്തു പോയി. അപ്പോൾ ഇത് ബാക്കിയുള്ളത് 1 - ആൽഫ. ഇത് ബാക്കി 1 - ആൽഫ. ഇവിടെ 2 ആൽഫ. ഇതൊക്കെ എത്ര 100 കണക്കിന് പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്വിലിബ്രിയത്തിൽ ഇതുപോലെ. ഇനി എന്താണ് Kc? വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം കോൺസെൻട്രേഷൻ ആക്കാൻ. ഇവിടെ നമ്പർ ഓഫ് മോൾസ് 2, അവിടെ നമ്പർ ഓഫ് മോൾസ് 2. വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? Kc എഴുതണം. എന്താ Kc? Kc is equal to concentration of NOയുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ concentration of N2 into concentration of O2. What is Kc? Kc 2 എന്ന് തന്നിട്ടുണ്ട്. What is concentration of NO? 2 alpha divided by 2 alpha square അല്ലേ, divided by N2 into O2. So 1 - alpha into 1 - alpha into square. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ റൂട്ട് എടുക്കാം. അപ്പോൾ √2 is equal to എത്രടാ? √2 is equal to 2 alpha divided by 1 - alpha എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, ഇനി എന്താണ് ഇവിടെ നിന്ന് ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? √2 - √2 ആൽഫ ഈക്വൽ ടു 2 ആൽഫ എന്ന് കിട്ടും. ഇനി ഇതിനാണെങ്കിൽ നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ √2 is equal to എത്ര കിട്ടും? ഇത് അപ്പുറത്ത് പോയാൽ 2 ആൽഫ + √2 ആൽഫ എന്ന് കിട്ടും.
അവിടെ നിന്ന് ആൽഫ കോമൺ എടുക്കാം. ഓക്കെ, സോ √2 is equal to ഇവിടെ നിന്ന് ആൽഫ കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തുണ്ട്? 2 പ്ലസ് എന്താണ് √2 ഇൻറ്റു ആൽഫ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആൽഫ? ആൽഫ ഈസ് ഈക്വൽ ടു √2 ഡിവൈഡഡ് ബൈ എത്രയാണ്? 2 പ്ലസ് √2 എന്ന് കിട്ടും. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു എത്ര? ഞാൻ എല്ലാ ടൈമിനെയും √2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഒരു കുഴപ്പമില്ല. √2 ബൈ √2 1. ഓക്കെ, അതുപോലെ ഇവിടെ എന്താ? 2 ഡിവൈഡ് ബൈ √2 എന്ന് പറയുന്നത് √2 കിട്ടും, പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 പ്ലസ് √2 എന്നാണ് കിട്ടുക. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർട്ടിങ്ങിൽ എത്രയാണെന്ന് തന്നിട്ടുണ്ടായിരുന്നില്ല. ലെറ്റ് ഇറ്റ് ബി 1. ഓക്കെ, എത്ര റിയാക്ട് ചെയ്തു? 1 ഉണ്ടെങ്കിൽ ആൽഫ റിയാക്ട് ചെയ്യും. സോ ഒരു സംശയം വേണ്ട, 1 മൈനസ് ആൽഫ. സോ ഇത് 1 മൈനസ് ആൽഫ, ഇത് 1 മൈനസ് ആൽഫ. 1 റിയാക്ട് ചെയ്താൽ സ്റ്റോഷിയോമെട്രി അനുസരിച്ച് 2 കിട്ടും. അപ്പോൾ 2 ആൽഫ കിട്ടും. അപ്പോൾ Kc is equal to concentration of NO square divided by concentration of N2 into concentration of O2. ആ ടേംസ് നമ്മൾ എഴുതി ബുദ്ധിപരമായിട്ട് ഇതെല്ലാം എഴുതിയെടുത്തു എന്നുള്ളതേ ഉള്ളൂ. സോ നിങ്ങൾക്കറിയാം ഇതിനകത്ത് for the equilibrium, for the reaction N2 plus O2 reverse leg is 2NO. Equilibrium constant Kc is equal to 2. Degree of dissociation of N2 and O2 are. എന്താണ് ഇതിൻ്റെ ആൻസർ? നിങ്ങൾക്ക് പറയാമല്ലോ. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ബോത്ത് ആർ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് √2. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 79. For the equilibrium 2H2 or reverse leg is 2H2 plus O2. Okay, equilibrium constant is K1. For the equilibrium 2CO reverse leg is 2CO plus O2. Equilibrium constant is K2. The equilibrium constant for CO2 plus H2 reverse leg is CO plus H2O. Important question. ഇമാതിരി ക്വസ്റ്റ്യൻ ചോദിക്കാത്ത എൻട്രൻസ് ഇല്ല. ഇക്വിലിബ്രിയത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. 2 ഇക്വിലിബ്രിയങ്ങൾ തന്നിട്ട് വേറൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ സ്ഥിരമായി ചോദിക്കാറുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കാം. ഏത് റിയാക്ഷൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾ മനസ്സിൽ ചെയ്യാൻ പോവാണ് ആൻസർ. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ റിവേഴ്സ് ലെഗ് യൂസ് കാർബൺ മോണോക്സൈഡ് പ്ലസ് വാട്ടർ ആണ്. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ഇക്വേഷൻ ഉണ്ടോ? 1 ആണോ 2-ലാണോ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്? വേഗം ആൻസർ പറയൂ. 2-ലാണുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് എവിടെയാണ് ഇരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്? ലെഫ്റ്റ് സൈഡിലാണ്. നമുക്ക് വേണ്ടതും ലെഫ്റ്റ് സൈഡിലാണ്. നമ്മുടെ ഇക്വേഷനിൽ 2 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. പക്ഷെ നമുക്ക് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് മതി? 1 കാർബൺ ഡൈ ഓക്സൈഡ് മതി. അപ്പം നമ്മൾ മനസ്സിലാക്കി വെക്കണം, 1 കാർബൺ ഡൈ ഓക്സൈഡ് മതിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2-നെ 1 ആക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? റൈസ് ടു 1/2 എന്ന് എഴുതും. അതിനെന്താ പ്രത്യേകത? റൂട്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫൈനൽ ആൻസറിലേക്ക് ഞാൻ എത്താൻ പോകുന്നു. ഫൈനൽ ആൻസറിലേക്ക് ഞാൻ പോകുമ്പോൾ ഡയറക്റ്റായിട്ട് എനിക്ക് ഫൈനൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K is equal to കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അവിടുത്തത് K2 ആണ് ആയിക്കോട്ടെ. അതിനെ 2CO2 എന്നത് 1CO2 ആക്കണം. അപ്പോൾ റൈസ് ടു 1/2 വരും. അപ്പോൾ ഞാനിതിനെ റൈസ് ടു 1/2 എന്ന് എഴുതി, പിന്നീട് റൂട്ട് ഒന്ന് മാറ്റി എഴുതാം. ഓക്കെ, അതായിക്കോട്ടെ. ഞാൻ തിരിച്ചു വരുന്നു. ഇനി നോക്കൂ, H2 ഉള്ള ഇക്വേഷൻ ഉണ്ടാകുന്ന നോക്കണം. H2 ഉള്ള ഇക്വേഷൻ ഉണ്ടോ? ഫസ്റ്റ് ഇക്വേഷനിൽ H2 ഉണ്ട്. H2 ഏത് സൈഡിലാണ് കിടക്കുന്നത്? H2 എവിടെയാണ് കിടക്കുന്നത്? നമുക്ക് വേണ്ടത് ലെഫ്റ്റിലാണ്. ഓക്കെ, H2 ഉള്ളത് ഫസ്റ്റ് ഇക്വേഷനിലാണ്. അത് കിടക്കുന്നത് എവിടെയാണ്? റൈറ്റ് സൈഡിലല്ലേ? നമുക്ക് വേണ്ടത് എവിടെയാ? ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ നമ്മൾ ഇക്വേഷനെ റിവേഴ്സ് ചെയ്യാം. അപ്പോൾ 1 എന്ന് വരും. അതോടൊപ്പം തന്നെ എന്താണ്? ഹൈഡ്രജൻ അത് 2 ഉണ്ട്, നമുക്ക് 1 മതി. അപ്പോൾ അവിടെയും റൂട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ റൂൾസൊക്കെ നമ്മൾ ക്രാഷിന് നേരത്തെ തന്നെ പഠിപ്പിച്ചു തന്നതാണ്. എന്താണ്? ഇക്വേഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ ഇൻവേഴ്സ് എടുക്കണം. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ K1 എന്നെടുത്തു. അവിടെ 2 H2 ഉണ്ടായിരുന്നു, നമുക്ക് 1 H2 മതി. അതുകൊണ്ട് തന്നെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ K എന്ന് പറയുന്നത് എന്താണ്? K2 റൈസ് 1/2 ഡിവൈഡ് ബൈ K1 റൈസ് 1/2 അഥവാ റൂട്ട് ഓഫ് K2 ഡിവൈഡഡ് ബൈ K1 എന്ന് കിട്ടും. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആൻസർ ഉണ്ടോ?
Which option is the right answer? Option 4 is the right answer. Next question. 2SO2 plus O2 reverse Leg is 2SO3. In the above reaction, Kp and Kc are related to. Your time starts now. Kp and Kc തമ്മിലുള്ള relationship very simple ആണ്. Kp is equal to Kc into RT raised to delta n. Answer വിളിച്ചു പറയൂ. Gauri option 2. Okay. Nitya option 2. Okay. Navya option 2. Ardra option 2. Okay, very good. അപ്പോൾ നമുക്ക് നോക്കാം. Kp is equal to Kc into RT raised to delta n. What is delta n? Number of moles of gaseous product minus number of moles of gaseous reactant. Number of moles of gaseous product എത്ര? 2SO3. അത് 2 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് gaseous reactants. അത് എത്രയാണ്? 2 1 3. അപ്പോൾ 2 മൈനസ് 3 ഒരു സംശയം വേണ്ട, -1. സോ Kp is equal to Kc into RT raised to delta n എന്നുള്ളത് -1 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. Question number 81. How many hydrogen bonded water molecules are associated in CuSO4.5H2O? Very, very, very important question. Okay. Very. കേട്ടില്ല ലക്ഷ്മി? ലക്ഷ്മി പറഞ്ഞത് കേട്ടൂടാ. Question number 81. How many hydrogen bonded water molecules are associated in CuSO4.5H2O? ഇത്രയും വേഗം ആൻസർ പറയൂ. എപ്പോഴാണ് ഇതിന്റെ ആൻസർ ഒന്ന് പറയണമെന്നാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ്രജൻ ചാപ്റ്ററിലുള്ളതാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. വായിക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യരുത്. ഓക്കെ. 4 ആണോ എന്ന് സാറിൻ്റെ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന നിർത്തിയേ. ഓക്കെ. അപ്പോൾ ഹൗ മെനി ഹൈഡ്രജൻ ബോണ്ടഡ് വാട്ടർ മോളിക്യൂൾ? ബോഡി നോക്കൂ. CuSO4.5H2O. This is the molecule. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പഠിപ്പിച്ച് തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുവാണ്. CuSO അല്ല, ഹൈഡ്രജൻ നമ്മൾ വായിച്ചപ്പോഴും ഇത് പഠിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. CuSO4.5H2O. CuH2O 4 times SO4.H2O. ഇതാണ് കറക്റ്റ് സ്ട്രക്ചർ. CuH2O 5 times ആയി, പിന്നെ SO4. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. The 4 water molecules are coordinated water molecule. അത് കോപ്പറുമായി കോർഡിനേറ്റ് ബോണ്ടിലാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CuH2O 4 times 2+. ഇനി ഡെൻസി ആയിട്ട് നോക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ SO4 2-. അപ്പോൾ എന്ത് കിട്ടും? O മൈനസ് ഡബിൾ ബോണ്ട് O. ഓക്കെ. ഇതാണ് SO4 2-. പിന്നെ വാട്ടർ എന്താണ്? H ഉണ്ട്, O ഉണ്ട്, H ഉണ്ട്. ഇവിടെ ഹൈഡ്രജൻ ബോണ്ട്. സോ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്ന എത്ര വാട്ടർ മോളിക്യൂളാണ് CuSO4.5H2O പറഞ്ഞോളൂ. ഓപ്ഷൻ 2. അതെ, ആൻസർ 1 ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. സോ CuSO4.5H2O എന്താണ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. 5 വാട്ടർ ഉണ്ട്, അതിൽ 4 കോർഡിനേറ്റ് വാട്ടറാണ്, 1 എന്ത് വാട്ടറാണ്? 4 കോർഡിനേറ്റ് വാട്ടറും 1 ഹൈഡ്രജൻ ബോണ്ടഡും. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 82. Syngas is a mixture of. ഓക്കെ. ഈ എന്താണ് എന്താണ് കേരള എൻട്രൻസിനും ചോദിച്ചെന്ന് തോന്നുന്നു. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇന്നലെയും സിൻഗ്യാസ് ഒക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അതോ ഇനി ഉണ്ടായിരിക്കും. സിൻഗ്യാസ് ഈസ് എ മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഈ തന്നിരിക്കുന്നതിനകത്ത് പ്രൊഡ്യൂസർ ഗ്യാസ് ഉണ്ട്. പ്രൊഡ്യൂസർ ഗ്യാസ് ഏത് ഓപ്ഷൻ നിങ്ങൾക്ക് ആൻസർ കമൻറ്റ് ചെയ്യാം. ഓക്കെ. ഓപ്ഷൻ 3. ഓക്കെ, ഓപ്ഷൻ 3 ഇസ് ദ പ്രൊഡ്യൂസർ ഗ്യാസ്. ഓക്കെ, നോ പ്രോബ്ലം. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 83. The dihedral angle in gas phase H2O2, ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഗ്യാസ് ഫേസിൽ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഫിഗർ ഉണ്ട്.
ആ ഫിഗറിൽ ഗ്യാസ് ഫേസിൽ ഡൈഹീഡ്രൽ ആംഗിൾ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, NCERT പഠിച്ചവർക്ക് അറിയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ വേഗം വേഗം പറയൂ ഡൈഹീഡ്രൽ ആംഗിൾ എത്ര എന്നുള്ള കാര്യം. ഓക്കെ, വായിച്ചില്ലതൊന്നും അല്ലേ? NCERT ഒന്നും വായിച്ചിട്ടേ ഇല്ല. ആർദ്ര ഓപ്ഷൻ 3, ഗൗരി ഓപ്ഷൻ 2. ഓക്കെ, അപ്പോൾ നോക്കട്ടെ. അപ്പോൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. നമ്മൾ എന്താണ് ഹൈഡ്രജൻ പെറോക്സൈഡ് വരയ്ക്കുമ്പോൾ ഞാനിപ്പോൾ 3 ഡയമെൻഷണൽ അപ്പിയറൻസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വരച്ചെന്നേ ഉള്ളൂ. ബോർഡ് നോക്കിയോളൂ. ഇപ്പം ഇവിടെ ഹൈഡ്രജൻ, ഓക്കെ, ഇവിടെ ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ, ഇവിടെ ഹൈഡ്രജൻ. അപ്പോൾ ഒരു ഓപ്പൺ ബുക്ക്, ഓക്കേടാ, ഓപ്പൺ ബുക്ക് ലൈക്ക് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ വരച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് അല്ലാതെ ഒന്ന് വരയ്ക്കാം, നോക്കിക്കോളൂ. ഓക്കെ, ഇനി എന്താണ് അത്രയും വരയ്ക്കണ്ടായിരുന്നു. കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. തൽക്കാലം ഇങ്ങനെ മതി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ഹൈഡ്രജൻ ഇരിക്കുന്നത്? ഇവിടെ ഇത് ഹൈഡ്രജൻ. ഓക്കെ, ഇവിടെ ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ, ഇവിടെ ഹൈഡ്രജൻ. ആക്ച്വലി ഇതാണ് എന്തോന്ന് ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ നോൺ പ്ലാനാർ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത്. അതിൽ ഈ പ്ലെയിനും ഇത് 2 പ്ലെയിൻ ആണെന്ന് നിങ്ങൾ ഫിഗർ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ആ പ്ലെയിനിൽ ഈ ആംഗിളിന് വിളിക്കുന്ന പേരാണ് ഡൈഹീഡ്രൽ ആംഗിൾ. ഓക്കെ, 111.5 ഡിഗ്രിയാണ് ഇവിടുത്തെ ഡൈഹീഡ്രൽ ആംഗിൾ. ഇത് ഗ്യാസ് ഫേസിലാണെങ്കിൽ കേട്ടോ. സോൾട്ട് ഫേസിലാണെങ്കിൽ 90.2 ആണ്. 90.2 ഇതിനകത്തില്ല, 90 ഡിഗ്രി എന്നുണ്ട്, 90.2 ആൾമോസ്റ്റ് അത്രയുണ്ട്. ദ ഡൈഹീഡ്രൽ ആംഗിൾ ഇൻ ഗ്യാസ് ഫേസ് ആണ് ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 എത്രടാ? 111.5. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ ടച്ച് ചെയ്യാതെ കിടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ടച്ച് ചെയ്ത് പോവുകയാണ്. അല്ലെങ്കിൽ എന്താണ് ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളെ കൊണ്ട് എക്സാം ചെയ്യാൻ പറ്റാതായി പോകും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 84. വാട്ട് ഈസ് ദ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് Na+ ആൻഡ് K+ അയോൺസ് ഇൻ ദ സെൽ ഫ്ലൂയിഡ്സ് ലൈക്ക് ബ്ലഡ് പ്ലാസ്മ? എൻ്റെ റിക്വസ്റ്റ് ആണ്, എസ് ബ്ലോക്കിൽ ഗ്രൂപ്പ് 1 തീരുമ്പോൾ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്നൊരു പാർട്ടുണ്ട്, ഗ്രൂപ്പ് 2 തീരുമ്പോൾ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്നൊരു പാർട്ടുണ്ട്. ആദ്യം രണ്ടും പഠിച്ചു വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. NCERT എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ദയവായിട്ടത് പഠിച്ചു വയ്ക്കുക. ഇനി Na+ഉം K+ഉം ബ്ലഡ് പ്ലാസ്മയിൽ എന്താ ചെയ്യുന്നത്? ദേ പാർട്ടിസിപ്പേറ്റ് ഇൻ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് സിഗ്നൽസ്. കറക്റ്റ് ആണോ? ഓപ്ഷൻ 1. ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അത് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 85. വിച്ച് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സോളിബിലിറ്റി ഓഫ് കാർബണേറ്റ്സ് ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്? സോളിബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എക്സാം ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. കാർബണേറ്റുകളുടെ പ്രത്യേകത ശ്രദ്ധിച്ചേ. കാർബണേറ്റുകളുടെ പ്രത്യേകത CO3 CO3 ഒരു വലിയ ആനയോൺ ആണ്. വലിയ ആനയോണുകളെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് വലിയ കാറ്റയോൺസ് ആണ്. അപ്പോൾ ലാർജ് ആനയോൺസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ലാർജ് കാറ്റയോൺസിനെ പറ്റുള്ളൂ. മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം എന്ന് പറഞ്ഞ് താഴോട്ട് പോകുമ്പോൾ കാറ്റയോൺ വലുതാകുന്നുണ്ട്. കാർബണേറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ആനയോണാണ്. അപ്പം കാർബണേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്നത് Ca2+നാണോ Mg2+നാണോ അല്ലെങ്കിൽ കാൽഷ്യം, മഗ്നീഷ്യം, ബാരിയം Ba2+നാണോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രോൺഷ്യത്തിനാണോ ബാരിയത്തിനാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൈസ് ബാരിയത്തിനാണ്. അയാൾക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. അപ്പോൾ അത് സ്റ്റേബിൾ ആണെങ്കിൽ ഈസി ആയിട്ട് ഡിസോൾവ് ആകത്തില്ല, ബോണ്ട് സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് ഈസി ആയിട്ട് ഡിസോൾവ് ചെയ്യുന്നത് ആരാണ്? ചെറിയ സൈസുള്ള മഗ്നീഷ്യം വരുന്ന കേസിലാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ്, നിങ്ങൾ ആൻസർ ഇട്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല, നിങ്ങൾ ആൻസർ ഇട്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ പറയാം. ഏതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ? ഓക്കെ, ഓപ്ഷൻ 1 ആണോ റൈറ്റ് ആൻസർ? അത് സ്റ്റെബിലിറ്റിയുടെ ഓർഡറാണ് മക്കളെ. ഓപ്ഷൻ 1 കറക്റ്റ്. സോളിബിലിറ്റി ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോളിബിലിറ്റി നേരെ തിരിച്ചാണ്. എന്താണ്, സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ എന്താണ് സോളിബിലിറ്റി കുറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഏറ്റവും സോളിബിൾ മഗ്നീഷ്യം കാർബണേറ്റ് ആണ്. ലീസ്റ്റ് സോളിബിൾ ആണ് ബാരിയം കാർബണേറ്റ്.
നിങ്ങൾ പ്രാക്ടിക്കൽസൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഈ വർഷം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയലുണ്ടാവില്ല. 5th ഗ്രൂപ്പ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ബേരിയങ്ങളോട് ഒഴിച്ച് കഴിഞ്ഞാൽ ബേരിയം കാർബണേറ്റിൻ്റെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഒക്കെ ഉണ്ടാകുന്നതൊക്കെ ഉണ്ട്. അയാൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്, അയാൾ ഈസി ആയിട്ട് ഡിസോൾവ് ആകത്തില്ല. അപ്പം മഗ്നീഷ്യം കാർബണേറ്റുകളാണ്. അപ്പം ഗ്രൂപ്പ് 2വിൻ്റെ കാർബണേറ്റുകളുടെ സ്റ്റെബിലിറ്റി മേളിൻ താഴോട്ട് കൂടും, സോലിബിലിറ്റി മേളിൻ താഴോട്ട് കുറയും. അത്രയേ ഉള്ളൂ, അതാണ് ഞാൻ പറഞ്ഞത്. സോ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നല്ല ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ നമ്പർ 86. An element X burns in nitrogen to give a compound Y. Okay, which on reaction with the water gives compound Z and a gas with pungent smell. Okay, Z can be used during construction and whitewashing. Then excess of carbon dioxide is bubbled through Z. A compound P is formed which on heating decomposes to give a colorless, odorless gas. Identify X, Y, Z and P. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ an element X burns in nitrogen. ഓക്കെ, കാൽഷ്യം എടുത്തു, നൈട്രജനിൽ ബേൺ ചെയ്താൽ കാൽഷ്യം നൈട്രേറ്റ് കിട്ടും, ഒരു കുഴപ്പമില്ല, Ca3N2. മഗ്നീഷ്യം ആണെങ്കിൽ മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടും, അത് പൊട്ടത്തെറ്റ് നമ്മൾ വെറുതെ എഴുതിയിരിക്കുന്നതാണ്, കാരണം ഓക്സൈഡ് അല്ലല്ലോ. ഇനി ഓപ്ഷൻ 3 ആണെങ്കിൽ കാൽഷ്യം നൈട്രേറ്റും ഉണ്ടാവുന്നുണ്ട്, അത് വേണമെങ്കിലും എടുക്കാം. ഓപ്ഷൻ 4 എടുക്കാൻ പറ്റത്തില്ല, കാൽഷ്യം നൈട്രേറ്റ് അല്ല കിട്ടിയിരിക്കുന്നത്. ഇനി പറയുന്നത് ആ വൈയെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ട് Z കിട്ടും. കാൽഷ്യം നൈട്രേറ്റിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ N3- അങ്ങോട്ട് അമോണിയ ആയിട്ട് മാറും. അതോടൊപ്പം മറ്റേതാണെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടി. അവിടെ ഗ്യാസ് ആൻഡ് പഞ്ചന്റ് സ്മെൽ ഗ്യാസ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് Z, ആ പഞ്ചന്റ് സ്മെല്ലുള്ള ഗ്യാസ് അമോണിയയാണ്. എന്നിട്ടോ Z ക്യാൻ ബി യൂസ്ഡ് ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ ആൻഡ് വൈറ്റ് വാഷിംഗ്. അത് ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ വൈറ്റ് വാഷിങ്ങിന് ഉപയോഗിക്കും. അതാണ് നമ്മൾ സ്ലേക്കഡ് ലൈം എന്ന് വിളിക്കുന്നത്. വൈറ്റ് വാഷിങ്ങിന് അതാണ് ഉപയോഗിക്കുന്നത്. നീറ്റ് കക്ക അല്ലെ, നമ്മൾ യഥാർത്ഥത്തിൽ ക്യുക്ക് ലൈം എടുത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് അത് ചെയ്യുന്നത് സാധാരണ. പക്ഷേ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആക്കി മാറ്റിയിട്ടാണ് ചുണ്ണാമ്പ് വെള്ളം, അത് തന്നെയാണ് വൈറ്റ് വാഷിങ്ങിന് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ടോ വെൻ എക്സസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്താണ് അതെന്തായിട്ട് മാറും? എക്സസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്നാണ്. കാർബൺ ഡയോക്സൈഡ് കടത്തി വിട്ട് കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ് ഉണ്ടാവുക. എക്സസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് കടത്തി വിട്ട് കഴിഞ്ഞാൽ കാൽഷ്യം ബൈകാർബണേറ്റ് ഉണ്ടാകും, വിച്ച് ഓൺ ഹീറ്റിംഗ് ഡീകമ്പോസസ് ടു ഗിവ് എ കളർലെസ് ഓർഡർലെസ് ഗ്യാസ്. അത് വേറൊന്നുമില്ല, കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ എക്സും വൈയും ഇസഡും പി എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതിലേതാണ് റൈറ്റ് ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, കാൽഷ്യം നൈട്രേറ്റ് കിട്ടും, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും, പിന്നെ കാൽഷ്യം ബൈകാർബണേറ്റ് ആണ്. ഇതിൽ കുട്ടികൾ സാധാരണ ഓപ്ഷൻ 3 എഴുതാൻ സാധ്യതയുണ്ട്, കാരണം കാൽഷ്യം ഹൈഡ്രോക്സൈഡിൽ കാർബൺ ഡയോക്സൈഡ് കടത്തി വിട്ടാൽ കാൽഷ്യം കാർബണേറ്റ് അല്ലേ എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഉണ്ട്, കറക്റ്റാണ്. ബട്ട് അവിടെ എക്സസ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ എക്സസ് ആയി ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം ബൈകാർബണേറ്റ് ആയി മാറിപ്പോകും എന്നുമൊക്കെ എസ് ബ്ലോക്ക് എലമെന്റ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതുകൊണ്ട് ഇത് ഓർത്തു വയ്ക്കേണ്ടതാണ്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് എൻവയോൺമെന്റൽ കെമിസ്ട്രി ആണ്. ബയോഡീഗ്രേഡബിൾ പൊല്യൂട്ടന്റ് ഈ പറയുന്നതിൽ ആരാണ്? അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അത് അറിഞ്ഞുകൂടെങ്കിൽ കുഴപ്പമില്ല. നോൺ ബയോഡീഗ്രേഡബിൾ പൊല്യൂട്ടന്റ് ഇതിൽ ആരാണ്? എല്ലാവർക്കും ആൻസർ അറിയായിരിക്കും. ഓക്കെ, ഓപ്ഷൻ 4 DDT. ഒന്നാമത്തത് 4, രണ്ടാമത്തത് DDT. അതിന് തന്നെ രണ്ടാമത്തത് പിന്നെ രണ്ടാമത്തത് 1 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, യെസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 88. യൂട്രോഫിക്കേഷൻ കോസസ് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ യൂട്രോഫിക്കേഷൻ ഒക്കെ ബോൾഡ് ആക്കിയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആൻസർ അറിയാമായിരിക്കും, വേഗം പറയാം. യൂട്രോഫിക്കേഷൻ ഗൗരി ഓപ്ഷൻ 3. വെരി ഗുഡ്. ഓക്കെ, ഇപ്പോൾ ഈ പറയുന്ന സൾഫേറ്റുകളും നൈട്രേറ്റുകളൊക്കെ കൂടുന്നത് കൊണ്ട് തന്നെ വാട്ടറിലെ പ്ലാന്റുകളുടെ എണ്ണം വളരെയധികം കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അവരെല്ലാം ഓക്സിജൻ ഉപയോഗിക്കും. അങ്ങനെ വാട്ടറിൽ ഓക്സിജൻ്റെ എമൗണ്ട് കുറയുന്നതാണ് അവിടെ സംഭവിക്കുക. റിഡക്ഷൻ ഇൻ ഡിസോൾവ്ഡ് ഓക്സിജൻ. വെരി ഗുഡ്. എൻവയോൺമെന്റൽ കെമിസ്ട്രിന്ന് ക്വസ്റ്റ്യൻ കിട്ടും, ഉറപ്പായും ക്വസ്റ്റ്യൻ കിട്ടും, പഠിച്ചേക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 89. Which of the following is not correctly matched? Water pollution,
യൂസിങ് സിന്തറ്റിക് ഡിറ്റർജൻസ് ഫോർ വാഷിംഗ് ക്ലോത്ത്സ്. ശരിയാണ്, സിന്തറ്റിക് ഡിറ്റർജൻസ്. സോപ്പിൻ്റെ പ്രത്യേകത സോപ്പ് ഡീകമ്പോസ് ചെയ്ത് പോകും, എന്നാൽ ഡിറ്റർജൻസിൻ്റെ പ്രത്യേകത അത് ഡീകമ്പോസ് ചെയ്ത് പോകത്തില്ല, അതുകൊണ്ട് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവാം. ഫോട്ടോ കെമിക്കൽ സ്മോഗ്, റിലീസിങ് ഗ്യാസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓട്ടോമൊബൈൽസ് ആൻഡ് ഫാക്ടറീസ്. അതെ, ഓട്ടോമൊബൈൽസിൽ നിന്ന് NO2 ഹൈഡ്രോ കാർബൺ ഗ്യാസുകളും പോകുന്നത് കൊണ്ടാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടായത്. അതുപോലെ ഡാമേജിങ് ഓസോൺ ലെയർ, ക്ലോറോ ഫ്ലൂറോ കാർബൺ വന്നതുകൊണ്ടാണ്. ആസിഡ് റെയിൻ, റിലീസിങ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഇൻ വാട്ടർ. അല്ലല്ലോ, ആസിഡ് റെയിൻ ഉണ്ടാവാനുള്ള റീസൺ ഈ പറഞ്ഞ NO2, SO2, SO3 ഒക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നതുകൊണ്ടാണ്. നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആയിരുന്നു ക്വസ്റ്റ്യൻ, ഒരു സംശയവും വേണ്ട. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓക്കെ, അപ്പോൾ ഞാൻ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നുമായിട്ട് ഈ 150 ക്വസ്റ്റിനകത്ത് 10 ക്വസ്റ്റ്യനുകൾ തിരികെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ പഠിച്ചാൽ നല്ലതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 90, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അവിടെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി, സെക്കൻഡ് അയണൈസേഷൻ എനർജി, തേർഡ് അയണൈസേഷൻ എനർജി ഉണ്ട്. ഓക്കെ, നമുക്ക് മാച്ച് ദ ഫോളോയിങ് ചെയ്യണം. ആൻസേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓപ്ഷൻ 4 ചെയ്തവരുണ്ട്. ഓപ്ഷൻ 4 കീർത്തന, ഓപ്ഷൻ 4 അഭിനയ, ഓപ്ഷൻ 4 ഒക്കെ പറഞ്ഞു. അപ്പം നമുക്ക് നോക്കാം. ആദ്യം 2080, 3963, അതുപോലെ 6130 ഉണ്ട് അല്ലേ. അപ്പം അത് എന്താണ്? ഹൈഡ്രജൻ, ലിഥിയം, ബെർലിയം, ബോറോൺ, നിയോൺ. നോർമലി ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി ഉള്ള ആൾക്കാരാണ് നോബിൾ ഗ്യാസസ്. ഒന്നാമത്തെ ആൾ ആണ്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. ഇനി 520, 7297, 520യിൽ നിന്ന് 7000ലേക്ക് കുതിച്ച് ചാടിയിരിക്കുകയാണ്. ഒരു സംശയമില്ല, അവിടെ ഒരു വാലൻസ് ഇലക്ട്രോണേ ഉണ്ടായിരുന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് 1 എലമെൻ്റ് ആണ്. ഗ്രൂപ്പ് 1 എലമെൻ്റ് ലിഥിയം ആണ്. സോ 2 എന്ന് പറയുന്നത് B ആണ്. അടുത്ത 900, 1758, എന്നിട്ട് 14000ലേക്ക് 1500 നിന്ന് 14000ലേക്ക് കുതിച്ച് ചാടിക്കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, അവിടെ 2 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ അത് ബെർലിയം ആണ്. അതുപോലെ 800, 2428, 3660, 3 വാലൻസ് ഇലക്ട്രോൺ, ഒരു സംശയം വേണ്ട, അത് ബോറോൺ ആണ്. ഓക്കെ, ഓക്കെ അല്ലേ. ശരി, ക്വസ്റ്റ്യൻ നമ്പർ 91. ഓക്കെ, ഭയങ്കര നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. കാരണം എന്താണ്, നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് നെയിം അറിയാമോ, ഒഫീഷ്യൽ നെയിം അറിയാമോ, അറ്റോമിക് നമ്പർ 1 മുതൽ 118 വരെയുള്ള 118 വരെയുള്ള 19 എലമെൻറ്റുകളുടെ എന്താണ് സിസ്റ്റമാറ്റിക് നെയിമും അതുപോലെ IUPAC നെയിമും അറിയുന്നത് വളരെയധികം നല്ലതായിരിക്കും. ആദ്യം 110 ആണ്. 110 എന്ന് പറയുമ്പോൾ 110, അൺനിൽ, UUN അല്ലേ. UUN അല്ലടാ, UUN എവിടെ വരുന്നുണ്ട്? C. അപ്പം 1 C വരുന്നുണ്ട്. ഇനി UUNൻ്റെ പേരും കൂടെ കണ്ടുപിടിക്കണം, കാരണം മറ്റെല്ലാം C ആണ് അടിച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ അതിൻ്റെ കറക്റ്റ് നെയിം എന്താണ് എന്ന് പറയണം. 110, അറ്റോമിക് നമ്പർ 110 അറിയാന്നുള്ളവർക്ക് പറയാം. അത് മാത്രം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ, അതിൻ്റെ 2 ഓപ്ഷൻ ഉണ്ട്, കുഴപ്പമില്ല. അറ്റോമിക് നമ്പർ 110 അറിഞ്ഞുകൂടാ. ഡാംസ്റ്റേഷ്യം, ഡാംസ്റ്റേഡിയം അല്ലെങ്കിൽ ഡാംസ്റ്റേഷ്യം എന്ന് വിളിക്കും. ഓക്കെ, 11th ഒരിക്കൽ ഓർമ്മയുണ്ടാവും. 11th പഠിപ്പിച്ചപ്പോഴേ, പീരിയോഡിക് ടേബിൾ പഠിപ്പിച്ചപ്പോഴേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റോമിക് നമ്പർ 1 മുതൽ 118 വരെ കാണാതെ പഠിക്കാൻ. അന്ന് പഠിപ്പിക്കുമ്പോൾ 118 വരെയുള്ള എല്ലാ എലമെൻറ്റ്സും ഉണ്ടായിരുന്നെന്ന് എനിക്ക് ഡൗട്ടാണ്. ഞാൻ അതൊക്കെ പഠിപ്പിച്ചൊന്നും ഓർമ്മയില്ല. പക്ഷേ 11th പഠിച്ച സമയത്ത് ഇതെല്ലാം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ഓർമ്മയുമില്ല, എന്ത് ചെയ്യാനാണ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ടല്ലോ. അപ്പം ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ നോക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 91. പിന്നെ 91 നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 101 അല്ലെങ്കിൽ 100 മുതൽ 118 വരെയുള്ള ആൾക്കാരുടേത് നിങ്ങളിങ്ങനെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു മാച്ച് അത് ഫോളോയിങ് കിട്ടാൻ വളരെയധികം സാധ്യതയുണ്ട്. അടുത്ത് ഇതിൻ്റെ ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 ഇനി നിങ്ങൾക്ക് അറിയാത്തത് ഞാനിങ്ങനെ പറഞ്ഞ് നിൽക്കുന്നില്ല, സമയം കളയുന്നില്ല. കാരണം ഇതിനകത്ത് വേറെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. യു ബൈ ഹാർട്ട് ദ നെയിം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 92. മാർക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വിസ്കോസിറ്റി. എന്താ വിസ്കോസിറ്റിയെ പറ്റി കാര്യം എന്നുള്ളത്? ഗ്രേറ്റർ ദ വിസ്കോസിറ്റി, മോർ സ്ലോലി ദ ലിക്വിഡ് ഫ്ലോസ്. ശരിയാണോ? വിസ്കോസിറ്റി കൂടിക്കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടാണോ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത്, അഥവാ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുമോ? അതുപോലെ വിസ്കോസിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് വാൻ ഡെർ വാൾ ഫോഴ്സസ് ഡിക്രീസ് ദ വിസ്കോസിറ്റി.
Viscosity is the measure of ease with which a liquid flows. Okay. അടുത്ത് ഒരു നാലാമത്തത് എക്സ്ട്രാ കയറി ചെയ്താണ് ആ വേപ്പർ പ്രഷർ. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. 1, 2, 3, 4 ആദ്യത്തെ 4 നോക്കുക. എന്നിട്ട് ഏതാണ് കറക്റ്റ് എന്ന് പറയൂ. വേഗാവട്ടെ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. ഗ്രേറ്റർ ദ വിസ്കോസിറ്റി മോർ സ്ലോലി. വിസ്കോസിറ്റി കൂടി, വിസ്കസ് ആയിട്ടുള്ള ലിക്വിഡുകൾ വളരെ പതിയെ മാത്രം ഫ്ലോ ചെയ്യും. വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ സിമ്പിൾ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാം ചോദിക്കാൻ വളരെയധികം സാധ്യത ഉള്ളതാണ്. കംപ്രസിബിലിറ്റി ഫാക്ടർ ഓഫ് എ ഗ്യാസ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ Z is equal to PV by nRT. On this basis mark the correct statement. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക എന്നുള്ളതാണ്. Z ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലും Z ലെസ് ദാൻ 1 ആണെങ്കിലും കംപ്രസിബിലിറ്റി എങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളണം. 11th പഠിപ്പിച്ചിട്ടുണ്ട്. വെൻ Z ഈസ് ഗ്രേറ്റർ ദാൻ 1 ലെസ് കംപ്രസിബിൾ ആണ് ഗ്യാസ്. ലെസ് കംപ്രസിബിൾ. ഗൗരി ഓപ്ഷൻ 3 റൈറ്റ് ആൻസർ. ഓക്കെ. എന്താണ് Z ലെസ് ദാൻ 1 ആണെങ്കിൽ മോർ കംപ്രസിബിൾ ആണ്. ഇമ്പോർട്ടൻറ്റ്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ലെസ് കംപ്രസിബിൾ. അഥവാ റിയൽ ഗ്യാസസ് ആർ ഡിഫിക്കൽട്ട് ടു കംപ്രസ്, ലെസ് കംപ്രസിബിൾ. മറ്റാണെങ്കിൽ മോർ കംപ്രസിബിൾ. തിരിച്ചാണെങ്കിൽ Z ലെസ് ദാൻ 1 ആണെങ്കിൽ. അത് പഠിച്ചു വയ്ക്കണം. ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 94. pH of 0.1 normal NH4 solution in which NH4OH is only 20% ionized. അതാണ് കണ്ടുപിടിക്കേണ്ടത്. pH ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതിൻ്റെ ഐഡിയ ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ക്രാഷ് സമയത്തും പഠിപ്പിച്ചു തന്നായിരുന്നു. pHന് പകരം NH4OH ആയതുകൊണ്ട് നിങ്ങൾ POH കണ്ടുപിടിക്കുന്നതായിരിക്കും സേഫ്. POH സീക്വൽ എത്ര? മൈനസ് ലോഗരിതം ഓഫ് നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. ഇവിടെ 20% അയണൈസ്ഡ്. അപ്പോൾ C ആൽഫ ചെയ്താൽ മതി. C ആൽഫ അല്ലേ? മൈനസ് ലോഗ് C ആൽഫ അല്ലെങ്കിൽ മൈനസ് ലോഗരിതം ഓഫ് KA അല്ലെങ്കിൽ ഇത് KB അല്ലേ? KB ബൈ ആൽഫ അല്ലെങ്കിൽ റൂട്ട് ഓഫ് KB ഇൻറ്റു C ഒക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. സോ മൈനസ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ 0.1 ആൽഫ എന്ന് പറയുന്നത് 20%. 20% മീൻസ് അത് 0.2 എന്ന് കിട്ടും അല്ലേ? 20/100 0.2 അല്ല അതെ 0.2. അപ്പോൾ എന്നിട്ടും മൈനസ് ലോഗരിതം ഓഫ് 0.1 ഇൻറ്റു 0.2 എന്ന് പറയുന്നത് 0.02 ആണ്. അപ്പോൾ അത് ലോഗരിതം മൈനസ് ലോഗരിതം ഓഫ് 2 ഇൻറ്റു 10⁻⁻² ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇതിന് pH ഈക്വൽ ടു ഇതെന്ത് കിട്ടൂടാ? 2 മൈനസ് ലോഗരിതം ഓഫ് 2 എന്ന് കിട്ടും അല്ലേ? സോ 2 മൈനസ് വാട്ട് ഈസ് ലോഗരിതം ഓഫ് 2? 0.3010 അല്ലേ? അപ്പോൾ ഇതിലായിട്ട് 1.7 എന്ന് കിട്ടും. അപ്പോൾ ഏതാണ് നമുക്ക് കിട്ടുന്ന POH എങ്കിൽ pH എത്ര? pH ഈക്വൽ ടു 14 മൈനസ് 1.7. 14 മൈനസ് 1.7 12.3 എന്ന് കിട്ടും. 12.3. ഓക്കെ. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ചെയ്തത്? ഇവിടെ തന്നിരിക്കുന്നത് നോർമാലിറ്റി. NH4OHന് ഒരു OH ഉള്ളൂ. നോർമാലിറ്റിയും മൊളാരിറ്റി എല്ലാം സെയിം തന്നെ. പിന്നെ ആൽഫ തന്നിട്ടുണ്ട്. ആൽഫ അല്ല പെർസെൻറ്റേജ് ഡിസോസിയേഷൻ തന്നത്. ആൽഫ ഈക്വൽ ടു 20/100 എന്ന് എടുത്തിട്ട് അത് 0.2 എന്നിട്ട് ചെയ്താൽ മതി. ഓക്കെ. ജസ്റ്റ് യു ഫൈൻഡ് ഔട്ട് POH ദെൻ യു ഫൈൻഡ് ഔട്ട് pH. ഇമാതിരി ക്വസ്റ്റ്യൻ എക്സാം ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് പഠിച്ചു വയ്ക്കണം, മനസ്സിലാക്കി വയ്ക്കണം. നേരത്തെ ചെയ്തിട്ടുണ്ട് മോഡൽസ്. ഇവിടെ എൻ്റെ ആൻസർ ഉണ്ട്. എത്രയാണ്? വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ ഓഫ് pH ഓഫ് 0.1 normal NH4OH solution in which NH4OH is only 20% ionized. ആൻസർ പറഞ്ഞേ. ഓപ്ഷൻ 1 അല്ലേ? 12.31. ഓക്കെ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 95. ഓക്കെ. ഞാൻ അയോണിക് ഇക്വിലിബ്രിയം പഠിപ്പിച്ചപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പഠിപ്പിച്ചിട്ട് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുള്ളവർക്ക് ചെയ്യാം. ഞാൻ അല്പസമയം തരാം. കാൽക്കുലേറ്റ് ദ സോളിബിലിറ്റി ഓഫ് AgCl ഇൻ 0.1 മോളാർ BaCl സൊല്യൂഷൻ. KSP ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്രയും വേഗം ചെയ്യുക, കണ്ടുപിടിക്കുക, എന്നിട്ട് ആൻസർ പറയുക. എത്രയും വേഗം ആവട്ടെ.
കാൽക്കുലേറ്റ് ദ സോൾബിലിറ്റി ഓഫ് AgCl. ആയിക്കോട്ടെ. ഇൻ 0.10 മോളാർ BaCl. അതും ആയിക്കോട്ടെ. KSP is given. What is the KSP given? 1 into 10 raised to minus 10. കണ്ടുപിടിക്കേണ്ടത് സോൾബിലിറ്റി ആണ്. വന്നേ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. AgCl റിവേഴ്സിലേക്ക് യൂസ് എന്താ കിട്ടും? Ag പ്ലസ് പ്ലസ് Cl മൈനസ്. സ്റ്റാർട്ടിങ്ങിൽ 0, C 0 0. ഇവിടെ നിന്ന് എസ് റിയാക്ട് ചെയ്ത് പോയി, അതാണ് സോൾബിലിറ്റി. ഇവിടെ എസ് കിട്ടി, ഇവിടെ എസ് കിട്ടി. ഇനി BaCl2. BaCl2 ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അത് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ Ba2 പ്ലസും 2 Cl മൈനസും കിട്ടും. ആയിക്കോട്ടെ. ഇത് 0.10 ആണ് എങ്കിൽ ഇത് 0.10, ഇത് 0.10 ഇൻറ്റു 2, കാരണം 2 Cl മൈനസ് ഉണ്ട്. നിങ്ങൾ അറിയുക എന്താണ് KSP. KSP is equal to concentration of Ag plus into concentration of Cl minus. ഇതാണ് ആക്ച്വലി KSP എന്ന് പറയുന്നത്. അപ്പോൾ KSP is equal to എത്ര? KSP is equal to what is the concentration of Ag plus? അത് S, അതാണ് solubility, into what is the concentration of Cl minus? ഈ സൊല്യൂഷനിൽ ഇവിടുത്തെ Cl മൈനസും ഉണ്ട്, ഇവിടുത്തെ Cl മൈനസും ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചത് അങ്ങനെയല്ല, രണ്ടും കൂടെ ആഡ് ചെയ്യണ്ട. കോമൺ അയോൺ ഉണ്ടെങ്കിൽ കോമൺ അയോണിൻ്റെ കോൺസെൻട്രേഷൻ സ്ട്രോങ്ങിൽ നിന്ന് എഴുതാനാണ് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഇത് വീക്കാണ്, ഇത് സ്ട്രോങ് ആണ്. സ്ട്രോങ്ങിൽ നിന്ന് എഴുതി കഴിഞ്ഞാൽ Cl മൈനസിൻ്റെത് 0.1 ഇൻറ്റു 2, അത് 0.2 ആണ്. KSP ക്വസ്റ്റനിലുണ്ടായിരുന്നു 1 into 10 raised to minus 10. അതിന് ഞാൻ 10 raised to minus 10 എന്ന് എഴുതി. ഇസ് ഈക്വൽ ടു S into 0.2. അപ്പോൾ സോലബിലിറ്റി ഇസ് ഈക്വൽ ടു എത്ര? 1/0.2 into 10 raised to minus 10. 1/0.2 എന്ന് പറയുന്നത് 5 വരും അല്ലേ? 5 into 10 raised to minus 10 എന്ന് കിട്ടും. ഇതാണ് ആക്ച്വലി ഇവിടുത്തെ സോൾബിലിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്ത് കാണിച്ചു തന്നത്. എത്രയോ പ്രോബ്ലങ്ങൾ ഇതുപോലെ ചെയ്ത് കാണിച്ചു തന്നിരിക്കുന്നു. AgCl എടുത്തു, പിന്നെ BaCl2 എന്ന ഒരാളൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പിലൂടെയൊക്കെ പോവേണ്ടി വന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് അറിയാം. KSP is equal to x raised to x into y raised to y into s raised to x plus y നിന്ന് സോളിബിലിറ്റി കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെ കിട്ടത്തില്ല, കാരണം ഇവിടെ കോമൺ അയോൺ ഉണ്ട്. കോമൺ അയോൺ വന്നാൽ കോമൺ അയോണിൻ്റെ കോൺസെൻട്രേഷൻ സ്ട്രോങ്ങിൽ നിന്ന് ഇട്ടെടുക്കുക, എന്നിട്ട് എസ് കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 95 ആയിരുന്നു. 95ൻ്റെ ആൻസർ അല്ല 95 അല്ലല്ല, 95 ആയിരുന്നു. 95ൻ്റെ ആൻസർ 5 into 10 raised to minus 10 mol per liter. ഓപ്ഷൻ 1 അല്ലേ റൈറ്റ് ആൻസർ? Question number 96. Question number 96. An example of salt which will not hydrolyze. Okay, simple question. സ്ട്രോങ് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസിൻ്റെയും സാൾട്ട് ഹൈഡ്രോളൈസ് ചെയ്യത്തില്ല, അത്രയേ ഉള്ളൂ. സ്ട്രോങ് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസിൻ്റെയും സാൾട്ട് ഹൈഡ്രോളൈസ് ചെയ്യത്തില്ല. ഓപ്ഷൻ എ NH4Cl. ഇറ്റ് ഈസ് എ സാൾട്ട് ഫോംഡ് ഫ്രം NH4OH and HCl, and NH4OH is weak, അയാൾ ഹൈഡ്രോളൈസ് ചെയ്യും. Na2CO3, salt formed from NaOH and H2CO3, not out. H2CO3 is weak acid, അയാൾ ഹൈഡ്രോളൈസ് ചെയ്യും. അടുത്ത് CS3COO NH4, formed from CS3COOH and NH4OH, both of them are weak, not out, it undergoes hydrolysis. And CS3COOK, one will be CS3COOH, other will be KOH. അപ്പോൾ CS3COH ഉണ്ട്, KOH ഉണ്ട്. പിന്നെ മറ്റൊന്നാണ് KCl ആണ്. KCl ആണെങ്കിൽ KOH എന്നും HCl എന്നും ആണ്. KOH സ്ട്രോങ്, HCl സ്ട്രോങ്. അപ്പോൾ KCl ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അവിടെ ഒരു ഓപ്ഷൻ കൂടിപ്പോയി. ഓക്കെ, അവിടെ ഓപ്ഷൻ ഇ എന്താണ്? ഇവിടെ ഞാൻ പ്രിന്റിൽ ഓപ്ഷൻ ഉണ്ട്, അത് സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഓപ്ഷൻ പോയതാണ് കേട്ടോ. ഓപ്ഷൻ ഇയും കൂടെ എൻ്റെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ചെയ്തപ്പോൾ ഫോർത്ത് ഓപ്ഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടാവും, എന്നിട്ട് കറക്റ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന 4 ഓപ്ഷൻസിലും റൈറ്റ് ആൻസർ ഇല്ല, കാരണം സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസിൽ നിന്ന് ഉണ്ടാകുന്ന സാൾട്ടാണ് ഹൈഡ്രോളൈസ് ചെയ്യാത്തത്. ഓക്കെ ഓക്കെ ശരി, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 97. Question number 97, pK of weak acid is 5.76, pKb of weak base is 5.25.
What will be the pH of the salt formed by the two? Very important question, very important question. Ionic equilibrium salt hydrolysis മൂന്ന് ടൈപ്പ് സാൾട്ടുള്ള ഹൈഡ്രോളിസിൻ്റെ ഡീറ്റെയിൽസ് സാധാരണ പഠിപ്പിക്കുമെങ്കിലും വീക്ക് ആസിഡ് വീക്ക് ബേസ് മാത്രമാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇക്വേഷൻ ഉള്ളത്. അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യനാണത്. അതുകൊണ്ട് പഠിക്കുക. ഉറപ്പായിട്ടും എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട്. pH is equal to 7 plus half into pKa minus pKb എന്നാണ് അതിൻ്റെ pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്, ഞാൻ വീണ്ടും എഴുതിയെന്നേ ഉള്ളൂ. സോ pH is equal to 7 plus half into what is pKa? pKa തന്നിരിക്കുന്നത് 5.76 ആണ്. 5.76 മൈനസ് what is pKb given? pKb തന്നിരിക്കുന്നത് 5.25 ആണ്. ഓക്കെ, സോ 5.76 മൈനസ് 5.25, ആ ഡിഫറൻസ് എടുക്കുക, ഹാഫ് എടുക്കുക, 7നോടൊപ്പം ആഡ് ചെയ്യുക, എത്രയും വേഗം ചെയ്യുക, ആൻസർ വിളിച്ച് പറയുക. ഓക്കെ, pH is equal to 7 plus half into pKa minus pKb. Gauri option 1. Option 1. Kirtana option 1. Option 1. Okay. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 98. If the ratio of masses of SO3 and O2 are confined in a vessel is 1:1, ratio of mass, then the ratio of partial pressure would be, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആരുടെയൊക്കെയാണ്? SO3യുടെയും O2ൻ്റെയും. ഇതിൻ്റെ ഷോർട്ട് കട്ട് ഉണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ക്രാഷ് സമയത്ത് അത് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, partial pressure is equal to mole fraction into total pressure. ഇങ്ങനെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? Partial pressure of B is equal to mole fraction into total pressure. So partial pressure of A by partial pressure of B എത്ര? PT ക്യാൻസൽ ആയിപ്പോയി, Ka divided by Kb എന്ന് കിട്ടും. So Pa divided by Pb is equal to എത്ര? Ka എന്താ? Na divided by Na plus Nb. Kb എന്താ? Nb divided by Na plus Nb. റേഷ്യോ എടുക്കണം, റേഷ്യോ എടുക്കുമ്പോൾ ഇത് ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ Pa divided by Pb എന്ന് പറയുന്നത് Na ഡിവൈഡഡ് ബൈ Nb ആണ്. അപ്പോൾ വെരി 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 ഇമ്പോർട്ടൻ്റ്. ഇനി ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾ. Pa ഡിവൈഡഡ് ബൈ Pb എന്ന് പറയുന്നത് Na എന്താ? Wa ഡിവൈഡഡ് ബൈ Ma ഇൻറ്റു ഇത് തിരിച്ച്, അപ്പോൾ Mb ഡിവൈഡഡ് ബൈ Wa. ഇതും ഓർത്ത് വയ്ക്കണം. ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ. ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് SO3 to the partial pressure of oxygen ആണ് ക്വസ്റ്റ്യൻ. ശരിയല്ലേ? ക്വസ്റ്റ്യനിൽ പോയിട്ട് വരാം. ആ ക്വസ്റ്റ്യനിൽ the ratio of masses of SO3 and O2 gases as confined in a vessel is 1:1. Then the ratio of the partial pressure would be എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ if the ratio of masses of SO3 and O2 gas confined in a vessel is 1:1. Okay. മാസ് തന്നിട്ടുണ്ട്, റേഷ്യോ ഓഫ് ദെയർ പാർഷ്യൽ പ്രഷർ PSO3 ഡിവൈഡ് ബൈ PO2. മാസ് 1:1 ആണ്, അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ MB ഡിവൈഡ് ബൈ MA ആണ്. മീൻസ് താഴെയുള്ള ആളിൻ്റെ ആൾക്കാർ മാസ് മേളിൽ എഴുതണം. ഓക്സിജൻ്റെ മോൾക്കാർ മാസ് എത്രടാ? 32. ശരിയല്ലേ? ഡിവൈഡ് ബൈ SO3യുടെ മാസ് എത്ര? SO2ൻ്റെത് 64 പ്ലസ് മറ്റെത്രയാണ്? 48 അല്ലേ? 48 പ്ലസ് 32 അങ്ങനെയല്ലടാ വരുന്നത്. 16 48 പ്ലസ് 32 10 2 10 80 അങ്ങനെയാണോ കിട്ടുന്നത് SO3യുടെ? എന്തോക്കളെ? ആ ഓക്കെ. അപ്പോൾ SO3യുടെ മോൾഗ്രാം മാസ് എത്രയാ? 64 പ്ലസ് 16 70 80. അപ്പോൾ PSO3 by PO2 is equal to 32 by 80 എന്ന് കിട്ടും. ഒരു മിനിറ്റ്. PA divided by PB is equal to WA by MA into MB divided by WA.
അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, മാസ് സെയിം ആണ്, അപ്പോൾ അത് ക്യാൻസലായി കഴിഞ്ഞു. മോളിക്കുലർ മാസ് എടുത്തു, മേളിൽ PSO3 താഴെ P of O2, അപ്പോൾ O2ൻ്റെ മാസ് മേളിൽ ഇത്, അപ്പോൾ 32:80 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ 16:40 ആണ് നമ്മുടെ ആൻസർ, അഥവാ 88:20 ആണ് നമ്മുടെ ആൻസർ, അഥവാ 4:10 ആണ് നമ്മുടെ ആൻസർ അല്ലേ, അഥവാ 2:5 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 2:5 ഉണ്ടോ? 2:5 ഓപ്ഷനിലെ 2:5 ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ഉണ്ട്. അപ്പം റേഷ്യോ ഓഫ് പാർഷ്യൽ പ്രഷർ എപ്പോഴും ചോദിക്കാവുന്നതാണ്. റേഷ്യോ ഓഫ് പാർഷ്യൽ പ്രഷർ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളിലെല്ലാം മിക്കവാറും ഈക്വൽ വെയിറ്റ് എന്നോ വെയിറ്റിൻ്റെ റേഷ്യോ 1:1 എന്നോ തരാം. അപ്പോൾ മോളിക്കുലർ മാസ് വെച്ചാണ് ചെയ്യുക, വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ചെയ്തപ്പോൾ ഇത്രയും സ്റ്റെപ്സ് വന്നതേ ഉള്ളൂ, പക്ഷേ എൻട്രൻസ് ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്സ് ഇല്ല. കാരണം PA/PB = MB/MA എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാം അല്ലേ. PA/PB = MB/MA. ആ രീതിയിൽ ഈസി ആയിട്ട് ഷോർട്ട് കട്ട് അടിച്ച് ചെയ്തു പോകാവുന്നതാണ്. സോ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 98 അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 99 എന്താണ്? 8 moles of SO2 and 5 moles of O2 are allowed to react to form SO3 in a closed vessel. At the equilibrium stage, 60% of SO2 is used up. Total number of moles of SO2, O2 and SO3 in the vessel now is. Okay, very simple idea. ഇതിനകത്ത് SO2 ഉണ്ട്, ഓക്കെ, SO2 ഉണ്ട്, അതുപോലെ O2 ഉണ്ട്. അപ്പോൾ SO2 + half O2 gives SO3. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. 8 moles of SO2 അത് ഓർക്കണം, 5 moles of O2 അത് ഓർക്കണം. allowed to react closed vessel, 60% of SO2 used up. കാര്യം കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് SO2, O2 ആൻഡ് SO3 ആണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ബോർഡ് നോക്കിക്കൊള്ളണം. ഇത് 8 ആണ്, അതിൻ്റെ 60% ഉപയോഗിക്കപ്പെട്ടു. അപ്പോൾ 8ൻ്റെ 60% എത്ര? 8 × 60/100 ശരിയല്ലടാ. അപ്പോൾ എത്ര കിട്ടും? 0.48 എന്ന് കിട്ടും, ശരിയല്ലേ? അപ്പോൾ 0.48 ആണ് റിയാക്ട് ചെയ്ത് പോയത്. അപ്പോൾ ബാക്കി എത്ര? 60% ഉപയോഗിച്ചു പോയി. ബാക്കി എത്ര? എന്നാൽ 0.32 ആടാ. .48 അല്ലല്ല, 4.8 അല്ലേ റിയാക്ട് ചെയ്ത് പോയത്? 4.8. അപ്പോൾ ഇവിടെ എത്ര ബാക്കിയുണ്ട്? 4.8. 8 നിന്ന് 4.8 പോയി കഴിഞ്ഞാൽ 3.2 ബാക്കിയുണ്ട് അല്ലേ? SO2 1 റിയാക്ട് ചെയ്താൽ O2 half റിയാക്ട് ചെയ്യും. അപ്പോൾ ഇത് 0.48 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0.24 റിയാക്ട് ചെയ്യും. അപ്പോൾ 0.24 5ൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര ഉണ്ട്? 0.24 അല്ലല്ല. ഓക്കെ, അവിടെ റിയാക്ട് ചെയ്തത് 4.8. അപ്പോൾ ഇവിടെ റിയാക്ട് ചെയ്തത് 2.4 ശരിയാണല്ല, 2.4. ഇനി എന്താണ്? 5ൽ നിന്ന് 2.4 പോയി കഴിഞ്ഞാൽ 2.6 എന്ന് വരും. 2.6. ഇത് 1 റിയാക്ട് ചെയ്താൽ 1 കിട്ടും. 4.8 ആയതുകൊണ്ട് ഇത് 4.8 തന്നെ കിട്ടും. അപ്പോൾ 3.2 + 4.8 + 2.6 ഇതാണ് ആൻസർ വരിക. സോ 10.6 വരും അല്ലേ? 10.6 അല്ലേ? 8 10.6. ഓപ്ഷൻ 10.6 ഉണ്ടോ? 10.6? 10.5 ഇതിനകത്ത് ആൻസർ വന്നിട്ടുണ്ടല്ലേ? ഇനി ഇതിനകത്ത് 8.5 ആണ് കീ ഇട്ടിരിക്കുന്നത്. കീ മിസ്റ്റേക്ക് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇവിടെ വന്നിട്ട് പോവാം. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. SO2 സ്റ്റാർട്ടിങ്ങിൽ 8 ഉണ്ട്, O2 ഉണ്ട്, SO3 ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഇയാളില്ല, 0. അതുപോലെ ഇയാളുടെ 60% ആണ് യൂസ്ഡ് അപ്പ്. ഇതിൻ്റെ 60% എന്ന് വെച്ചാൽ 4.8 ആണ്. സോ 4.8 റിയാക്ട് ചെയ്ത് പോയി, റിമൈനിങ് 3.2.
ഇനി ഇവിടെ നിന്ന് 4.8 1 റിയാക്ട് ചെയ്താൽ ഇവിടെ നിന്ന് ഹാഫ് റിയാക്ട് ചെയ്യും. 4.8 റിയാക്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫ് 2.4. അപ്പോൾ ബാക്കി എത്രയാണ്? 5 - 2.4 അത് 2.6. എവിടെയെങ്കിലും തെറ്റിയോ? ഇല്ലല്ലോ. 2.4 2.6 അത് 5 തന്നെ, ഇത് 8 തന്നെ. ഓക്കെ, 1 റിയാക്ട് ചെയ്താൽ 1 കിട്ടും. 4.8 റിയാക്ട് ചെയ്തു, 4.8 കിട്ടി. ആഡ് ചെയ്യുമ്പോൾ ഇതും കൂടെ 8 എന്ന് വരും. 10.6 ആൻസർ വരും കേട്ടോ. അതിനകത്ത് കീ മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, സോ 10.6 വിൽ ബി ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 100. Question number 100. Okay. എന്താണ് question number 100? In the dissociation of PCl5 as, in the dissociation of PCl5 as, PCl5 reverse leg is PCl3 plus Cl2. The degree of dissociation is alpha. Equilibrium total pressure P. Equilibrium constant. ഇത് ഞാൻ ഡിറൈവ് ചെയ്യുന്നതാണ്, ഓർമ്മയുള്ളവർക്ക് പറയാം. ക്രാഷ് സമയത്തും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇക്ലിബ്രിയത്തിൽ. ഗൗരി ഓപ്ഷൻ 4. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓപ്ഷൻ 4 നോക്കിയേ. PCl5 റിവേഴ്സ് ലീഗ് ഈസ് PCl3 പ്ലസ് Cl2. നോക്കാം നമുക്ക്. സ്റ്റാർട്ടിങ്ങിൽ 1, ഇത് 0, ഇത് 0. 1 മൈനസ് ആൽഫ, ഇവിടെ ആൽഫ, ഇവിടെ ആൽഫ. ആൽഫയാണ് റിയാക്ട് ചെയ്ത് പോകുന്നത്. ബാക്കി 1 മൈനസ് ആൽഫ. ആൽഫ കൊണ്ട് ഇവിടെ ആൽഫ കിട്ടും, ഇവിടെ ആൽഫ കിട്ടും. ടോട്ടൽ ഇതൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ ആൻസർ ഇത് 1 പ്ലസ് ആൽഫ. ഇവിടുത്തെ പാർഷ്യൽ പ്രഷർ എത്ര? മോൾ ഫ്രാക്ഷൻ 1 മൈനസ് ആൽഫ ഡിവൈഡ് ബൈ 1 പ്ലസ് ആൽഫ ഇൻറ്റു ടോട്ടൽ പ്രഷർ പി. ഇയാളുടെ ആൽഫ ഡിവൈഡ് ബൈ 1 പ്ലസ് ആൽഫ ഇൻറ്റു പി. ഇയാളുടെ ആൽഫ ഡിവൈഡ് ബൈ 1 പ്ലസ് ആൽഫ ഇൻറ്റു പി. എന്തൊക്കെയാണ് ചെയ്തത്? 1 എഴുതി, ആൽഫ റിയാക്ട് ചെയ്ത് പോയി. ഇനി മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷറാണ് പാർഷ്യൽ പ്രഷർ. മോൾ ഫ്രാക്ഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. So 1 minus alpha divided by 1 plus alpha into P. This alpha divided by 1 plus alpha into P. This alpha divided by 1 plus alpha into P. അപ്പോൾ അവിടെ നിന്ന് KPC എത്രയാണ്? കോൺസെൻട്രേഷൻ പാർഷ്യൽ പ്രഷർ ഓഫ് PCl3 ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് Cl2 ഡിവൈഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് PCl5. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ആൽഫ ഡിവൈഡ് ബൈ 1 പ്ലസ് ആൽഫ ഇൻറ്റു പി ഇൻറ്റു ആൽഫ ഡിവൈഡ് ബൈ 1 പ്ലസ് ആൽഫ ഇൻറ്റു പി ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു പി. 1 പ്ലസ് ആൽഫ ക്യാൻസലായി പോവും, ഒരു പിയും ക്യാൻസലായി പോവും. ബാക്കി KP ഈക്വൽ ടു മേളിൽ ആൽഫ ഇൻറ്റു ആൽഫ, ആൽഫ സ്ക്വയർ, ഒരു പി ബാക്കിയുണ്ട്. താഴെ 1 പ്ലസ് ആൽഫ ഇൻറ്റു 1 മൈനസ് ആൽഫ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പം 1 സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ, അത് 1 മൈനസ് ആൽഫ സ്ക്വയർ. സോ ആൽഫ സ്ക്വയർ പി ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ സ്ക്വയർ. നേരത്തെ ഡിറൈവ് ചെയ്ത് തന്നിട്ടുള്ളതാണ്, പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. KP ഈക്വൽ ടു ആൽഫ സ്ക്വയർ പി ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ സ്ക്വയർ. അന്ന് നിങ്ങളോട് പറഞ്ഞു കഴിയുമെങ്കിൽ ഒന്ന് കാണാതെ പഠിച്ചു വയ്ക്കാൻ. കാരണം എന്താണ് ഈ ക്വസ്റ്റ്യൻ ഒന്നുകിൽ A ഗീസ് B പ്ലസ് C എന്നോ, അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ ഏതെങ്കിലും SO3 ഗീവ്സ് SO2 പ്ലസ് O2 എന്നോ, PCl5 റിവേഴ്സിൽ ഗീവ്സ് PCl3 പ്ലസ് Cl2, ഏത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സെയിം ആണ് ആൻസർ. അതുകൊണ്ട് A ഗീവ്സ് B പ്ലസ് C ഫോമാറ്റിൽ വരുന്നവരുടെയൊക്കെ KP ആൽഫ സ്ക്വയർ പി ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ സ്ക്വയർ ആയിരിക്കും. പഠിച്ചാൽ നല്ലത്. സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 101. A compound is treated with NaNH2 to give sodium salt. Identify the compound. സോഡിയം സാൾട്ട് ഉണ്ടാക്കണമെങ്കിൽ റിയാക്ട് ചെയ്താൽ ആസിഡ് ആയിരിക്കണം, കാരണം സോഡാമൈഡ് ബേസ് ആണ്. തന്നിരിക്കുന്നത് ആരാണ് ആസിഡ് എന്നാണ് ക്വസ്റ്റ്യൻ. C2H2 ഉണ്ട്. C2H2 CH ട്രിപ്പിൾ ബോണ്ട് CH ആണ്. ട്രിപ്പിൾ ബോണ്ടിലുള്ള കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അയാൾ അസിഡിക് ആയിരിക്കും. അതെ, ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. C6H6 ബെൻസീൻ ആണ്, അയാൾ അസിഡിക് അല്ല. C2H6 ആൽക്കേൻ ആണ്, അസിഡിക് അല്ല. C2H4 ആൽക്കീൻ ആണ്, അയാൾ അസിഡിക് അല്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 102. ആരോട് ചോദിക്കാനാണ്? 102. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ക്യാൻ ബി യൂസ് ടു പ്രിപ്പയർ മീഥേൻ? ഫസ്റ്റ് വൺ വുഡ്സ് റിയാക്ഷൻ. ഇതൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വുഡ്സ് റിയാക്ഷൻ എന്താ പ്രത്യേകത? വുഡ്സ് റിയാക്ഷൻ്റെ പ്രത്യേകത ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ്. RR ആണ് കിട്ടുക. RR കിട്ടിക്കഴിഞ്ഞാൽ
മിനിമം 2 കാർബൺ ഉള്ളതേ കിട്ടുകയുള്ളൂ, കൊണ്ട് ഒരിക്കലും മീഥേൻ കിട്ടൂല. ഡീകാർബോക്സിലേഷൻ ഓഫ് സോഡിയം അസറ്റേറ്റ്, എപ്പോഴും കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കുറഞ്ഞതാണ് കിട്ടുക, ഒരെണ്ണം കുറയും, അത് ഓടും കിട്ടും, ഈവനും കിട്ടും, മീഥേൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കോപ്സ് റിയാക്ഷനിലും 6 ആണ് ആൻസർ, ഈവൻ നമ്പറേ കിട്ടുകയുള്ളൂ, അതുകൊണ്ട് അതല്ല. ഹൈഡ്രജനേഷൻ ഓഫ് ആൽക്കീൻ, ആൽക്കീനിൽ മിനിമം 2 കാർബണെങ്കിലും ഉണ്ടാവും, അതുകൊണ്ട് അവിടെ നിന്ന് 2 കാർബണുള്ള ആൽക്കീൻ പ്രിപ്പയർ ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ട് റൈറ്റ് ആൻസർ ഡീകാർബോക്സിലേഷൻ ഓഫ് സോഡിയം അസറ്റേറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? Question number 103. Find the wrong statement. Karash effect happened only in the case of hydrogen bromide in addition to alkenes. Correct ആണല്ലോ. Karash effect ഉള്ളത് HBr addition മാത്രമേ ഉള്ളൂ. Addition of water to unsymmetrical alkene follows Markovnikov rule. അത് ശരിയാണ്. ആൽക്കീനിലോട്ട് അൺസിമെട്രിക്കൽ റിയേജന്റ് ആഡ് ചെയ്താൽ മാർക്കോനിക്കോവ് റൂൾ ഒബേ ചെയ്യണം. The replacement of hydrogen is easy in the order benzylic greater than tertiary and secondary. കറക്റ്റ് ആണ്. ബെൻസിലിക് അലൈലിക്ക് ടെർഷറി, സെക്കൻഡറി, പ്രൈമറി നമ്മൾ ഓർഡർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത മിസ്റ്റേക്ക് ആയിരിക്കും, നമുക്ക് നോക്കാം. 2-butene on hydrogenation using Lilla's catalyst to produce trans-but-2-ene. തെറ്റാണ്. കാരണം ലില്ലാസ് കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിസ് ഐസോമറും സോഡിയം ലിക്വിഡ് അമോണിയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ട്രാൻസ് ഐസോമറാണ് കിട്ടുന്നതെന്ന് ഹൈഡ്രോ കാർബണിൽ പഠിച്ചായിരുന്നു, ഇല്ലേ? പഠിച്ചില്ലേ? ഓക്കെ, ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 104. കാൽഷ്യം കാർബൈഡ് ഉണ്ട്. കാൽഷ്യം കാർബൈഡിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ എന്ത് കിട്ടും? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. ആ കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു ഇൻ പ്രസൻസ് ഓഫ് Hg+. ഓക്കെ, അപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും, അതോടൊപ്പം അസറ്റലീനും കിട്ടും കേട്ടോ, അതാണ് അവിടുത്തെ വേണ്ടത്. ഓക്കെ, അസറ്റലീൻ. ഓക്കെ, എ എന്ന് പറയുന്ന ആളെന്താ? CH ട്രിപ്പിൾ ബോണ്ട് CH. അയാളെ H2SO4ൻ്റെ റിയാക്ഷൻ എന്താ? അസറ്റാൾഡിഹൈഡ് കിട്ടും. അസറ്റാൾഡിഹൈഡിനെ നിക്കലുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു, അപ്പോൾ ആൽക്കഹോൾ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? കാൽഷ്യം കാർബൈഡ് CaC2, അയാളെ ഹൈഡ്രോളൈസ് ചെയ്യുന്നു H2O. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? CH ട്രിപ്പിൾ ബോണ്ട് CH കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഹൈഡ്രോളിസിസ്. വാട്ടർ ആഡ് ചെയ്യണം. ആരുപയോഗിക്കണം? സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കണം. Hg2+ കാറ്റലിസ്റ്റ് ഉപയോഗിക്കണം. ഇവിടെ ഒരു H, ഇവിടെ ഒരു OH. അപ്പോൾ ഈനോൾ കിട്ടും. ഈനോൾ ടോട്ടോമറൈസ് ചെയ്തിട്ട് CH3CHO ആൽഡിഹൈഡ് കിട്ടും. പിന്നെ നിക്കൽ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഡിഹൈഡ് റെഡ്യൂസ് ചെയ്തായിട്ട് മാറും CH3CH2OH ആൽക്കഹോളായിട്ട് മാറും. ഇതായിരുന്നു അവിടുത്തെ റിയാക്ഷൻ. വെരി സിമ്പിൾ. ഓക്കെ, ശരി. അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത് 1-butene and 1-butene ആർ സെപ്പറേറ്റ്ലി ട്രീറ്റഡ് വിത്ത് ബേസ് റിയേജന്റ്. എന്ത് കിട്ടുമെന്നാണ്? 1-butene ട്രിപ്പിൾ ബോണ്ടാണ്. ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് ബേസ് റിയേജന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കും, എന്നിട്ട് ആ ട്രിപ്പിൾ ബോണ്ട് പൊട്ടിപ്പോയിട്ട് ആസിഡ് കിട്ടും. അങ്ങനെ CH3CH2COH കിട്ടും. അടുത്ത് 1-butene ആണെങ്കിൽ ഡബിൾ ബോണ്ടാണ്, അത് അവിടെ പൊട്ടിപ്പോയിട്ട് ആസിഡല്ല കിട്ടുന്നത്. ബേസ് റിയേജന്റ് ആണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും OH വരും, ഗ്ലൈക്കോളാണ് കിട്ടുന്നത്. അപ്പോൾ CH3CH2CHOH കിട്ടും. അപ്പോൾ ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ഒരിക്കൽ കൂടി വേണമെങ്കിൽ പറയാം, നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഐഡിയ, എന്നാലും പറയാം. ഓക്കെ, CH3CH2 C ട്രിപ്പിൾ ബോണ്ട് CH. ട്രിപ്പിൾ ബോണ്ട് ഇത് പൊട്ടും, ഇവിടെ ആസിഡ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അടുത്തത് CH3CH2 CH ഡബിൾ ബോണ്ട് CH2. എന്ത് സംഭവിക്കും? ഇതിവിടെ ഒരു OH, ഇവിടെ ഒരു OH. അപ്പോൾ CH3CH2 CHOH. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 106. ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്: ഫിനോൾ ഗീവ്സ് ബെൻസീൻ വെൻ ഡിസ്റ്റിൽഡ് വിത്ത് സിങ്ക് ഡസ്റ്റ്. അത് നിങ്ങൾ അറിയാം, ഫിനോളിനെ സിങ്ക് ഉപയോഗിച്ച് ഡിസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ അങ്ങ് പോകും, എന്നിട്ട് ബെൻസീൻ കിട്ടും. അത് ഫിനോളിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. ബെൻസോയിക് ആസിഡ് ഗീവ്സ് ബെൻസീൻ വെൻ ഡിസ്റ്റിൽ വിത്ത് സോഡ ലൈം. കറക്റ്റാണ്. ബെൻസോയിക് ആസിഡിൽ ബെൻസീൻ റിങ്ങും COOH ഉണ്ട്. സോഡ ലൈമിൽ ഒരു കാർബൺ കുറയും, അപ്പോൾ ബെൻസീൻ കിട്ടും. വെരി സിമ്പിൾ. സാലിസിലിക് ആസിഡ് വെൻ ഹീറ്റഡ് വിത്ത് സോഡ ലൈം ഗീവ്സ് എന്താണ്?
Salicylic acid when distilled with soda lime and the product distilled with zinc dust gives benzene. Correct ആണ്. സാലിസിലിക് ആസിഡിനെ സോഡ ലൈം ചെയ്ത് കഴിഞ്ഞാൽ സാലിസിലിക് ആസിഡ് എന്താ, ബെൻസീൻ റിങ് OH ഉണ്ട്, COOH ഉണ്ട്. അപ്പോൾ COOH അങ്ങ് പോകും, അപ്പോൾ ഫീനോൾ കിട്ടും. ആ ഫീനോളിനെ സിങ്ക് ഡസ്റ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ബെൻസീൻ കിട്ടും. അപ്പോൾ കറക്റ്റാണ്. ഫസ്റ്റിൽ ആദ്യം ഫീനോൾ, പിന്നെ സിങ്ക് ഡസ്റ്റ് ആകുമ്പോഴത്തേക്കും ബെൻസീൻ കിട്ടും. ഓക്കെ, സോ ഇതിനകത്തുള്ള എല്ലാ സെൻറ്റൻസും കറക്റ്റാണ്. ഓൾ ഓഫ് ദീസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, question number 107. The reaction 2SO2 plus O2 reversely is 2SO3 plus heat will be favored by Le-Chatelier principle ന്റെ ക്വസ്റ്റൻ ആണ്. എത്രയും വേഗം നിങ്ങൾക്ക് ആൻസർ പറയാം. Le-Chatelier principle വേഗം വേണം. സമയം ഇങ്ങനെ പോകുന്നു, സമയം കളയരുത്, വേഗം പറയൂ. ഒരു Le-Chatelier പ്രിൻസിപ്പളിൻ്റെ ക്വസ്റ്റ്യനാണ് ഇത്രയും സമയം എടുക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? പോരട്ടെ. ഗൗരി ഓപ്ഷൻ 3. വേറെ ആരും ഓപ്ഷൻ പറഞ്ഞില്ലല്ലോ. (2SO2 plus O2 reversely is 2SO3 plus heat. ആ റിയാക്ഷൻ എക്സോതെർമിക്ക എൻഡോതെർമിക്ക? ആ റിയാക്ഷൻ എക്സോതെർമിക്കാണോ എൻഡോതെർമിക്കാണോ? വേഗം പറയൂ. എക്സോതെർമിക്കാണ്. എക്സോതെർമിക്കാണെങ്കിൽ ആ റിയാക്ഷൻ നടക്കുന്നത് ലോ ടെമ്പറേച്ചറിലായിരിക്കും. അപ്പോൾ ലോ ടെമ്പറേച്ചറുള്ള രണ്ട് ഓപ്ഷൻ എടുക്കാം, 2ഉം 4ഉം അല്ലേ? അല്ലെ, ഓപ്ഷൻ തെറ്റി കിടക്കുകയാണ് അല്ലേ? 2ഉം 4ഉം ആയിക്കോട്ടെ, അതായിക്കോട്ടെ. അടുത്തിനി ലോ ടെമ്പറേച്ചർ. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നോക്ക്. ലെഫ്റ്റിൽ എത്ര മോൾസ്? 2 + 1 3 മോൾ. റൈറ്റിൽ എത്ര മോൾ? 2 മോൾ. 3ൽ നിന്ന് 2ലേക്ക് പോകണം. 3ൽ നിന്ന് 2ലേക്ക് പോകുക മീൻസ് ഹയറിൽ നിന്ന് ലോവറിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കൂടിയെടുത്തുനിന്ന് നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞെടുത്തേക്ക്. നമ്പർ ഓഫ് മോൾസ് കൂടിയെടുത്തുനിന്ന് നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞെടുത്തേക്ക് പോയാൽ എന്ത് കിട്ടും? പ്രഷർ ഹൈ ആയിരിക്കണോ ലോ ആയിരിക്കണോ? എന്ത് കഷ്ടമാണ്. പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയും. അപ്പോൾ പി വിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, വി പ്രൊപ്പോർഷണൽ ടു എൻ. അപ്പോൾ പി പ്രൊപ്പോർഷണൽ ടു 1/n എന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. പ്രഷർ കൂട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് കുറയണം, അവിടേക്ക് റിയാക്ഷൻ നടക്കും. അപ്പം മുന്നോട്ടുള്ള റിയാക്ഷൻ നടക്കണമെങ്കിൽ പ്രഷർ കൂട്ടണം, എങ്കിലേ നമ്പർ ഓഫ് മോൾസ് കുറയുന്നിടത്തേക്ക് റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ലോ പ്രഷറും പിന്നെ എന്ത് വേണം? ലോ പ്രഷർ അല്ല, ഹൈ പ്രഷറും പിന്നെ ലോ ടെമ്പറേച്ചറും. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇത്രയും ഡിഫിക്കൽട്ടി അനുഭവിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത്, വാട്ട് ഈസ് ഒബ്സർവ്ഡ് അറ്റ് ഇക്വിലിബ്രിയം പോയിന്റ് ഇൻ ദ റിയാക്ഷൻ PCl5 റിവേഴ്സൽ ഈസ് PCl3 + Cl2. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എത്രയും വേഗം ആൻസർ പറയുക. ആൻസർ എത്തിയില്ലേ ഇതുവരെ? ചേടാ, PCl5 റിവേഴ്സൽ ഈസ് PCl3 + Cl2. ഇക്വിലിബ്രിയം ആകുമ്പോൾ എന്താണ് പ്രത്യേകത എന്നാണ് ക്വസ്റ്റ്യൻ.
ഈക്വൽ വോളിയൂംസ് ഓഫ് PCl5, PCl3 ആൻഡ് Cl2 ആർ പ്രസന്റ്. ആണോ? അല്ല. ഈക്വൽ മാസ് ഓഫ് PCl5, PCl3 ആൻഡ് Cl2 ആർ പ്രസന്റ്. ആണോ? അല്ല. The concentration of PCl5, PCl3 and Cl2 become constant. ആണോ? Rate of the forward reaction, rate of the backward reaction equal ആവും. അതുകൊണ്ട് തന്നെ റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആവും. സോ ഓപ്ഷൻ 3 is the right answer. Okay. Question number 109. For the reaction N2 plus O2 reversely is 2NO. The value of Kc at 800 degrees Celsius is 0.1. What is the value of Kp at this temperature? Kc ഉണ്ട്, Kp കണ്ടുപിടിക്കണം. What is the relationship? Kp is equal to Kc into RT raised to delta n. അവിടെ ആറും ടിയും അതൊന്നും ആവശ്യം വരത്തില്ല. ഓക്കെ, എന്താണ് ഇവിടെ Kp is equal to Kc ആണ്. എന്തുകൊണ്ട്? ഓപ്ഷൻ 4 റൈറ്റ് ആൻസർ. ഓക്കെ, എന്തുകൊണ്ടാണ്? ഡെൽറ്റ എൻ എത്രയാ? 0. ഡെൽറ്റ എൻ 0 ഉണ്ട്. Kp is equal to Kc. Kp is equal to Kc into RT raised to delta n. ഡെൽറ്റ എൻ 0 ആണ്. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 110. നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 110. 4 gram of a sample of MgCO3 on strong heating gives 896 ml of carbon dioxide at STP. Calculate the percentage purity of the sample. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്ന് വന്നാൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. മഗ്നീഷ്യം കാർബണേറ്റ് ആണ്, MgCO3. ഇയാൾ സാറ് ചൂടാക്കുമ്പോൾ MgOയും കാർബൺ ഡൈ ഓക്സൈഡും ആണ് കിട്ടുക. എത്ര എടുത്തിട്ടുണ്ട്? 4 gram സാമ്പിൾ. മഗ്നീഷ്യത്തിൻ്റെ മാസ് എത്രടാ? 24. കാർബണേറ്റിൻ്റെ മാസ് 60 അല്ലേ? അപ്പോൾ 84 gram എടുത്ത് ചൂടാക്കിയാൽ 22,400 ml കിട്ടും. ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് സാറിന്? ഇത് 1 മോൾ, അതിൻ്റെ മോളിക്കുലർ മാസ്. ഇത് 1 മോൾ തന്നെ, അത് 1 മോളാണ് 22,400. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രയാണ്, നിങ്ങൾക്ക് എത്ര വോളിയമാണ് കിട്ടിയിരിക്കുന്നത് അവിടെ? വോളിയം എത്രയാണ്? 896 ml. അപ്പോൾ 896 ml കിട്ടാൻ എത്ര ഗ്രാം റിയാക്ട് ചെയ്യണം അത് കണ്ടുപിടിക്കണം. ഇത് ക്രോസ് ചെയ്യണം. 84 into 896 is equal to x into 224 എന്ന് കിട്ടും. അപ്പോൾ x is equal to 84 into 896 divided by 224 എന്ന് കിട്ടും. ഓക്കെ, എത്ര ഇട്ടൂടെ? 4. ഓക്കെ, ഇത് ക്യാൻസൽ ആയിപ്പോയി അല്ലേ? ഇത് 4 അല്ലേ? 84 into 4 അത്രയാണ്. ഇതിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റിയല്ല. 22400. ഓക്കെ, അതെ. അപ്പം 84 into 4 ചെയ്താൽ മതി. 84 into 4 എത്ര? സമയം ഇങ്ങനെ പോയി 336. അപ്പോൾ 3.36 എന്ന് ആൻസർ വരും. ഈ 2 സീറോയും കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അല്ലേ? 3.36. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എത്ര ഗ്രാം എടുത്തെന്നാണ്? 4 gram. ശരിയല്ലേ? അപ്പം നിങ്ങൾ പെർസെൻറ്റേജ് പ്യൂരിറ്റിയും പെർസെൻറ്റേജ് ഇംപ്യൂരിറ്റിയും എക്സാം ചോദിക്കും. യു ഹാവ് ടേക്കൺ 3, ഔട്ട് ഓഫ് വിച്ച് ഓൺലി 3.36 ഈസ് പ്യുവർ എന്നാണ് ഈ എഴുതിയിരിക്കുന്നതിൻ്റെ മീനിങ്. ഇത് കണ്ടുപിടിച്ചിട്ട് 100 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഇംപ്യൂരിറ്റിയും കിട്ടും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 84 gram എടുത്താൽ 22,400 ml കിട്ടും. ഇവിടെ നിങ്ങൾക്ക് 896 ml ആണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ മീനിങ് ഇവിടെ റിയാക്ട് ചെയ്തത് x gram ആണ്. ദാറ്റ് x ഈസ് 3.36. ബട്ട് ആക്ച്വലി യു ഹാവ് ഓൾറെഡി ടേക്കൺ 4 gram. ബട്ട് അതിൽ ആ 4 ഗ്രാമിൽ നിന്ന് 3.36ൻ്റെ ഇഫക്റ്റേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ഇമ്പ്യൂരിറ്റി ആയതുകൊണ്ടാണത്. അപ്പോൾ ഔട്ട് ഓഫ് ദ 4 ഓൺലി 3.36 ഈസ് പ്യുവർ. സോ പെർസെൻറ്റേജ് പ്യൂരിറ്റി ഈസ് ഈക്വൽ ടു 3.36 ഡിവൈഡ് ബൈ 4 into 100. That is the right answer. Clear? ശരി, അപ്പോൾ അതിനകത്തുനിന്ന് ആൻസർ എന്തായിരുന്നു? ആൻസർ 84% എന്ന് വരും. ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, 84%. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 110 നമ്മൾ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 111.
The dissociation constant of monobasic acid A, B, C തന്നിട്ടുണ്ട്. Dissociation constant means Ka. Ka കൂടുന്തോറും സ്ട്രോങ് ആവും. സ്ട്രോങ് ആവും തോറും pH കുറയും. അപ്പോൾ the concentrations of each is 0.1 molar. Which of the following has been arranged in the order of increasing pH എന്നാണ് ക്വസ്റ്റ്യൻ. pHൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ 10⁻⁴, 10⁻�6, 10⁻�10. അതിൽ ഏറ്റവും വലുത് 10⁻⁻4 ആണ്. അപ്പോൾ Ka അയാൾക്കാണ് വലുത്. Ka കൂടിയാൽ സ്ട്രോങ് ആവും. സ്ട്രോങ് ആയാൽ pH കുറയും. അതുകൊണ്ട് എയുടെ pH ആണ് ഏറ്റവും കുറവ്. പിന്നെ ബി, പിന്നെ സി. ഏത് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ 1 ആണോ ആൻസർ? നിങ്ങൾ എന്താണ് പറയുന്നത്? Ka ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. Ka കൂടിയാൽ എന്താണ് ആസിഡിൻ്റെ സ്ട്രെങ്ത് കൂടും. സ്ട്രെങ്ത് കൂടിയാൽ pH കുറയും. എത്ര പ്രാവശ്യം പറഞ്ഞു? pH കുറയും. അപ്പോൾ എയുടെ pH ആണ് ഏറ്റവും കുറവ്. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലൂയിസ് ആസിഡ്? ലൂയിസ് ആസിഡ് അല്ലാത്തത്. BF3 വാലൻസ് ഇലക്ട്രോൺ 3, ചുറ്റും 3 എണ്ണം, അപ്പം മൊത്തം 6 എണ്ണം. 6 എണ്ണം ആണെങ്കിൽ ഒക്ടേറ്റ് ആയിട്ടില്ല, അയാൾ ലൂയിസ് ആസിഡ് ആണ്. AlCl3 13 ഗ്രൂപ്പാണ്, വാലൻസ് ഇലക്ട്രോൺ 3, ചുറ്റും 3 എണ്ണം, അപ്പോൾ 6 ഇലക്ട്രോൺസേ മൊത്തമേ ഉള്ളൂ, ലൂയിസ് ആസിഡ് ആണ്. അടുത്തത് FeCl3 വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഉണ്ട്, പെയർ ഓഫ് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ലൂയിസ് ആസിഡ് ആണ്. PH3 ഫോസ്ഫറസ് വാലൻസ് ഇലക്ട്രോൺ 5, കൂടെ ഉള്ളത് 3, അങ്ങനെ 8 എണ്ണം ആയിട്ടുണ്ട്. ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്, അതിനകത്ത് ലോൺ പെയറും ഉണ്ട്. ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിരിക്കും, ലോൺ പെയർ ആയിരിക്കുകയും ചെയ്താൽ അയാൾ ലൂയിസ് ബേസ് ആണ്. അതുകൊണ്ട് PS3 is Lewis base. Okay. Next question number 113. The work done during the expansion of a gas from a volume of 4 dm³ to 6 dm³ against a constant external pressure of 3 atm. എക്സാം ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കണ്ടെത്തേണ്ടത് എന്താണ്? വർക്ക് ഡൺ ഡ്യൂറിങ് ദ എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഫ്രം, ഒരു വോളിയം തന്നിട്ടുണ്ട്, കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വർക്ക് ഡൺ? W irreversible is equal to minus P external into delta V എന്നാണ് നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിപ്പിച്ച ആൻസർ. ഗൗരി ഓപ്ഷൻ 2 ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം. സോ മൈനസ് P external ഡെൽറ്റ വി. എക്സ്റ്റേണൽ പ്രഷർ എത്രയാണ്? 3 ആണ്. ഡെൽറ്റ വി എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 × 3 6. അപ്പോൾ -6 dm³ atm എന്നാണ് കിട്ടുന്നത്. dm³ ലിറ്റർ ആണ്. ലിറ്റർ അറ്റ്മോസ്ഫിയർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. ലിറ്റർ അറ്റ്മോസ്ഫിയറിനെ എന്താണ് ജൂളിലേക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. അതിനെ ജൂളിലേക്ക് മാറ്റാൻ 101.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണ് നമുക്ക് അറൗണ്ട് 608 കിട്ടിക്കോളും. അപ്പോൾ -608 ആണ് എൻ്റെ ആൻസർ. ഓപ്ഷൻ 1 വളരെ നൈസായിട്ട് എന്താണ് ബബിൾ ചെയ്യാൻ സാധ്യതയുള്ള കുട്ടികളുണ്ട്. -6 ജൂൾ എന്ന് എങ്കിൽ പൊട്ടത്തെറ്റ് കിട്ടും. dm³ atm ആണ്, ജൂളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 114. A system absorbs 300 calories of heat. Its volume doubles and temperature rises from 273 to 298 Kelvin. The work done on the surrounding is 200 calories. Delta U for the above change. Delta U എത്ര? Delta U is equal to Q plus W. Your time starts now. കിട്ടിയില്ലേ? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q plus W. Q എത്ര? 300 calories. W എത്ര? 200. അല്ല, 300ഉം ഇത് 200ഉം. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q plus W. Q ഓപ്ഷൻ 1. ഓപ്ഷൻ 1 വെരി ഗുഡ്, റൈറ്റ് ആൻസർ. Q എത്രയാണ്? 300. W എത്രയാണ്? -200 അല്ലേ? Work done on the surrounding. Work done on the surrounding means work is done by the system. System work ചെയ്താൽ അതിൻ്റെ സൈൻ മൈനസ് ആണ്. മൈനസ് ആണെങ്കിൽ -200. അപ്പോൾ 300 - 200. അപ്പോൾ എത്ര കിട്ടൂടെ? 100 എന്ന് കിട്ടും. ഓപ്ഷൻ 1 റൈറ്റ് ആൻസർ, വെരി ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 115. The difference between heats of reaction at constant pressure
and constant volume. Heat at constant pressure, delta H. Heat at constant volume, delta U. Delta H minus delta U എത്രയെന്നാണ്? Delta H is equal to delta U plus delta nRT. അപ്പോൾ delta H minus delta U is equal to delta nRT. അപ്പോൾ കണ്ടെത്തേണ്ടത് ഇതാണ്, ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ എൻ ആർ ടി. അപ്പോൾ ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ക്വസ്റ്റ്യൻ വായിക്കുക, ചെയ്യുക. ഡെൽറ്റ എൻ കണ്ടുപിടിക്കുക, ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡെൽറ്റ എൻ ആർ ടി. എത്രയും വേഗം ചെയ്യുക. ഡെൽറ്റ എൻ എത്ര കിട്ടി? ക്വസ്റ്റ്യൻ നമ്പർ 115 അല്ലേ? ഡെൽറ്റ എൻ എത്ര കിട്ടി? ലെഫ്റ്റ് സൈഡിൽ 15, റൈറ്റ് സൈഡിൽ 12, -3 അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻറ്റ്. പിന്നെ എന്താണ്? ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് കിലോ ജൂളിലാണ്. 8.314 × 10⁻³ ഇൻറ്റു ടി 298. എത്ര കിട്ടിയടാ? ഓപ്ഷൻ ഇട്ടോ, ഞാൻ കണ്ടില്ല. Option 1 is the right answer. Delta nRT. Delta n -3 അല്ലേ കിട്ടിയത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻറ്റ് 12 - 15 -3 ആണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്, ശരി. 115 ആയി. ഇനി ഇതിനകത്ത് 35 ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. ഓക്കെ, എനിക്ക് വേറെ 1-2 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രേ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്, ഈ 35 ക്വസ്റ്റ്യൻ ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് അറിയാത്ത ഒരു 10 ക്വസ്റ്റ്യനെങ്കിലും വന്നേക്കാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പറുകൾ ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നാളെ ഡിസ്കഷനിൽ അത് ഉൾപ്പെടുത്താവുന്നതാണ്. ഡിസ്കഷന് ശേഷം നാളെ എന്താണ്, എന്ത് ഡിസ്കഷനാണ്? സെക്കൻഡ് ഇയർ ഹോൾ ടോപ്പിക് ഡിസ്കഷനാണ്. ദയവായി പഠിച്ചിട്ട് വരിക. എന്താണ്, എത്ര എന്താണ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? 160 ക്വസ്റ്റ്യൻസ് ഉണ്ടായി. 2 മണിക്ക് തുടങ്ങും, തീരുന്നത് വരെ. നാളെ വൈകുന്നേരം വേറെ ക്ലാസ് ഇല്ല. തീരുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കും. ഇടയ്ക്ക് ബ്രേക്ക് വരും, അത് വേറെ കാര്യം. 50 ക്വസ്റ്റ്യൻ ആകുമ്പോൾ 3 സെഷനായിട്ട് എടുക്കാം. സെക്കൻഡ് ഇയർ ഹോൾ ടോപ്പിക്കാണ്. സെക്കൻഡ് ഹോൾ ടോപ്പിക്ക് 16 ചാപ്റ്ററുകളും വായിച്ച് റെഡിയായി എന്നാണ്. എൻസൈഡിലുള്ള പോയിന്റ്സ് എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടൊക്കെ വരിക. ഓക്കെ. ഇമ്പോർട്ടന്റ് ടോപ്പിക്ക് അങ്ങനെയല്ല, ഞാൻ എല്ലാ ടോപ്പിക്കും ആണ്